ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഈ വാക്യം വേർപെട്ട ദൈവമക്കളിൽ ഒരു 99% ആൾക്കാർക്ക് മനപാഠം. പക്ഷെ ചിലരെ തെറ്റിച്ചാ ഇത് പറയുന്നത്. മിക്കവരും പറയുന്നത് ആവിചാര യാക്കോബിന് ഫലിക്കുകയല്ലെന്ന് ആദ്യം പറയുന്നത്. പക്ഷെ അങ്ങനല്ല, പറ്റുകയില്ലെന്നാണ്. നമ്മളെ ചിലത് വേദപുസ്തകം വായിക്കത്തില്ല, ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ടങ്ങ് ഈ താറാവ് വെള്ളത്തിൽ ചാടുമ്പോൾ ആദ്യത്തെ താറാവ് ചാടി പുറകെ വരുന്ന താറാവല്ല അങ്ങ് ചാടുക. അപ്പം പുറകെ ചാടി താറാവിനോടേക്ക് അന്യ എന്തിനായ അത് കുഞ്ഞുഞ്ഞി ചാടി കൊണ്ട് ഞാനങ്ങ് ചാടിയതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല, കേട്ടുകേൾവി അനുസരിച്ച് അങ്ങ് പറയും. എന്തായാലും കൊള്ളാം, ഈ വാക്യങ്ങൾ മിക്കവർക്കും മനപാഠമാണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം പോരാട്ടമുള്ള വീടോ സ്ഥലമോ ദേശമോ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാണ്. അന്യാരാധന ഉള്ള ഒരു ഏരിയയിലാണ് പാർക്കുന്നെങ്കിൽ സൂക്ഷം എന്ന് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. കുടുംബത്തിൽപ്പെട്ട ചിലര് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല, മറ്റു നിലകളിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലര് ഈ വാക്യം നന്നായിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഞാൻ ഓർപ്പിച്ചത് ഈ വാക്യം ഒട്ടുമിക്ക ആൾക്കാർക്ക് മനപാഠമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ആവിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ സന്ദർഭം, പശ്ചാത്തലം വേദപുസ്തകം വായിക്കുന്ന ധ്യാനിക്കുന്ന എല്ലാവർക്കും തിട്ടമാണ്. ഈ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്നിരിക്കുന്ന പലർക്ക് ഇപ്പോഴും ചിന്താഗതി കൊണ്ട് അവർ ആവിചാരം ചെയ്തു, അവർ ശുദ്ധരം ചെയ്തു, അവർ ചെയ്തത് കൊണ്ടാണ് ഞങ്ങളൊന്ന് ഗതി പിടിക്കാതെ കിടക്കുന്നത്. പിന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പ്രവചന ശുശ്രൂഷയ്ക്കെതിരല്ല. ആ ശുശ്രൂഷ ചെയ്യുന്നയാളും ചെയ്തിട്ടുള്ളയാളും അതിൽ വിശ്വസിക്കുന്നയാളുമാണ്. കാരണം വേദപുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് നിന്നു പോകും, പക്ഷെ ഇതുവരെ നിന്നിട്ടില്ല. എന്നാൽ ആ ശുശ്രൂഷയെല്ലാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നയാളെ. എന്നാൽ ഈ പേരിൽ അനേകര് പലരെയും മുതലെടുക്കാറുണ്ട്. വീടുകളിലേക്ക് വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയിലാണെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ചെയ്തിട്ടുണ്ട്, ഇവർ ശുദ്ധനം ചെയ്തിട്ടുണ്ട്, അവർ ആഭിചാരം ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഈ രക്ഷപ്പെടാതെ ഇരിക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് പലതും കാണുന്നു കേൾക്കുന്നതൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഇത് വിശ്വസിച്ച് ഇടപെടുന്ന ചെറിയ ആൾക്കാരുമുണ്ട്. സ്വന്തം സഹോദരങ്ങൾ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ഭിന്നിപ്പിച്ച സമയവും വീടുമൊക്കെ എനിക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ പെറ്റതല്ല കൂടോത്രം ചെയ്തെന്നും പറഞ്ഞ് അമ്മയെ അന്വേഷിക്കാതെ വീട് വിട്ടു പോയ ആൾക്കാരുണ്ട്. ഇതിലെ ഈ ദൂതിന്റെ വെളിച്ചത്തിലായി പോകുന്നത്. പെറ്റതല്ല പ്രവാചകൻ വന്ന് പറഞ്ഞു, തള്ള നിങ്ങൾക്കെതിരെ, ആ തള്ളയ്ക്കാന്ന് എഴുന്നേറ്റ് പോലും നടക്കാൻ വേണ്ട. അപ്പൊ ഇത് മകൻ എത്ര വിശ്വാസമില്ലെങ്കിലും മരുമകളെ സൂക്ഷം വിശ്വസിക്കും. കാരണം ഈ പേര് പറഞ്ഞ് തള്ളയെ അന്വേഷിക്കാതെ വീട്ടിൽ നിന്ന് പോകുകയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മുഖമൊന്നും കറക്കരുത്. ഞാൻ കൃത്യം 1 മണിയാകുമ്പോൾ നിർത്തും. കാരണം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ യോഗ ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോവുകയും ചെയ്യും. നിങ്ങൾ സൂചി പിടിച്ച് തിരിക്കരുത് 1 മണിയിലോട്ട്. അത് അതിന്റെ പരുവത്തിന് വന്നോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന് പറ്റത്തില്ല. പക്ഷെ യാക്കോബ് എങ്ങനെ ആയിരിക്കണം? ആ ഭാഗം ഇന്ന് രാത്രി, ഇന്ന് പകല് അല്പസമയങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. ഇത് സംഖ്യാപുസ്തകത്തിലാണ് ഈ പദം നമ്മൾ വായിച്ചത്. സംഖ്യാപുസ്തകം, ആ പേര് കേൾക്കുമ്പോൾ അറിയാം കണക്കെടുക്കുന്ന പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തി, പുറപ്പാട് ദൈവജനത്തിന്റെ പുറപ്പാട്, ലേവ്യ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമങ്ങൾ, സംഖ്യാപുസ്തകം ഇങ്ങനെ ആരാധിച്ച് ദൈവത്തെ സേവിക്കുന്ന ആൾക്കാരെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമാണ് സംഖ്യാപുസ്തകം. എന്നെ നിങ്ങളെ എല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരെയും ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇനി ഈ തിരുവചനം തന്നെ പഠിപ്പിക്കുന്ന നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി വെച്ചിരിക്കുക.
ഇത്ര പ്രായം കൊണ്ട് എത്ര മുടി പൊഴിഞ്ഞെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ സർവജ്ഞനായ ദൈവം അതെല്ലാം കുറിച്ചു വെച്ചിരിക്കുക. തലയിലെ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു അമ്മേ. തലയിലെ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു ശ്രദ്ധിക്കുക. നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ഇവിടെ പലരും പലരെയും എണ്ണാനല്ല, എണ്ണത്തുമില്ല. എന്നാൽ ദൈവം ആരെയും മറക്കത്തില്ല. സ്തോത്രം. ഈ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ 2 സ്ഥലത്ത് വെച്ചാണ് ദൈവം തമ്പുരാൻ ഇവരെ എണ്ണിയെന്നാണ് 26-ാം അധ്യായത്തിന്റെ 63 എന്ന് വായിച്ചേ. സംഖ്യ 26-ന്റെ 63 2 സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്. എരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയ്ക്കും പുരോഹിതനാകുന്ന എലിയാസനെ എണ്ണിയവർ ഇവർ തന്നെ. ആ എണ്ണിയ കണക്കാണ് മേളിലത്തെ അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എണ്ണിയവർ ഇവർ തന്നെ. അടുത്തത്, എന്നാൽ മോശയ്ക്കും അഹ്റോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, എണ്ണിയ പുള്ളി ഒടുവിലില്ലായിരുന്നു. അവർ 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച് ഇവരെ എണ്ണി. മോവാബിൽ വന്നപ്പോൾ ഇവരെ യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ചു എണ്ണി. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒരുത്തനും ഒടുക്കം എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. ആദ്യം ഇവരെ എണ്ണിയത് ആരൊക്കെയാണ്? ആദ്യം എണ്ണിയപ്പം നിങ്ങൾ ആരും അവിടെ ഇല്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങള് പ്രയാസപ്പെടരുത്. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം എണ്ണിയത് ആരൊക്കെ കൂടിയാ? നിങ്ങൾ എന്തേലും ഒന്ന് പറ, നമുക്ക് പോണ്ടേ. നന്നായിട്ടൊന്ന് ആദ്യം എണ്ണിയതും രണ്ടാമത് എണ്ണിയതും അതാ. ഇവരെ ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ആ വിഷയം ഇവിടെ താഴെ മേളിലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇത് വായിക്കുന്നവരാന്നോ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് അറിയാൻ ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ മര പറഞ്ഞിരിക്കോ കൊടി കിട്ടുന്നു. അതുകൊണ്ടൊന്ന് അങ്ങനാന്ന് ഇനി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ഒടുക്കം എണ്ണിയത് മോശയും എലയാസറും കൂടാ. പക്ഷെ അത് വിഷയം ഇവിടെ താഴെ മേലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. അതാ തെറ്റിപ്പോയത്. അപ്പൊ ആദ്യം എണ്ണുന്നത് ചെങ്കടലിൽ കിടന്നങ്ങോട്ട് വരുന്ന പ്രാരംഭ സമയത്താണ് എണ്ണുന്നത്. ഒടുവിൽ എണ്ണുന്നത് യോർദാൻ കിടക്കുന്നതിന് മുമ്പ് എണ്ണുക. എന്റെ ഭാഷ പറഞ്ഞ സ്നാനപ്പെട്ടതിന് ശേഷം ഒന്ന് എണ്ണി അങ്ങ് കനാനി പ്രവേശിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ എണ്ണി. അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്ന് എണ്ണി. കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എണ്ണിയപ്പോൾ അഹരോനില്ല, മോശയും എലയാസറും കൂടെ ചേർന്ന് എണ്ണി. അതാ ഞാൻ പറഞ്ഞ ആദ്യം എണ്ണിയതിൽ ഒറ്റ ഒരുത്തനും ഒടുക്കം എണ്ണിയപ്പോ ഇല്ല, എണ്ണിയ പുള്ളി ഒടുവിൽ ഇല്ല. നമ്മള് ആത്മാക്കളെ എല്ലാം നേടി വെച്ച് നമുക്കങ്ങ് പോകാൻ ഒത്തില്ലെങ്കിലോ ആ ഗതികേട് വരരുത്. അവിടെ പ്രവർത്തനം, ഇവിടെ പ്രവർത്തനം, പൈമേൽ വർക്കം, മിഷൻ സ്റ്റേഷന്, പരസ്യയോഗം, ഇതൊക്കെ നല്ലതാ. പുതിയ
പുതിയ വേല, ഞായറാഴ്ച സഹായം കഴിഞ്ഞാൽ ഉടനെ നമ്പറുമായിട്ട്. ഇപ്പോഴൊക്കെ പണ്ടൊക്കെ അങ്ങനെ പരസ്യം, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ട്രാക്ട് അടിക്കുന്നു, വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു, ആശുപത്രി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇതെല്ലാം ചെയ്തേച്ച് നമുക്കങ്ങ് പോകാനത്തില്ലെങ്കിലോ. കാനോച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ കടമെടുത്ത് പറയാം. അച്ഛൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നീ എല്ലാവരും ഒന്നും നേടിയില്ലെങ്കിലും നീ നിന്നെ നേടിക്കോണം. എല്ലാവരും ഒന്നും നേടാനെത്തില്ലെങ്കിലും നിന്നെ നേടിക്കണം. സ്തോത്രം. പഴയ പാട്ടുകളായി ഇഷ്ടം, പുതിയ പാട്ടുകൾ ഒന്നും അറിയത്തുമില്ല. അറിയാത്തതിന്റെ കാര്യം താല്പര്യമില്ലാത്തതുകൊണ്ടായി പഠിക്കാത്ത. എന്നാൽ പുതിയ പാട്ടെല്ലാം മോശമല്ല, ചില പാട്ടുകൾ നല്ലതുമാണ്. എങ്കിലും കൂടുതലും പഴയ പാട്ടുകളാ പാടുന്നത്. അത് പാടുമ്പോൾ ഒരു ചൈതന്യം എനിക്കുണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോരുത്തർക്കും ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും നാമല്ല പുസ്തകത്തിൽ വായിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ പാട്ടുകൾ കുറച്ചുകൂടെ അർത്ഥസമ്പുഷ്ടവുമാ. പാടുമ്പോൾ ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം വരാറുണ്ട്. അപ്പൊ CSC മാത്യു പാടിയ ഒരു പാട്ടിന്റെ വരിക, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക. ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. ഒരല്പസമയങ്ങളേ ഉള്ളു, അത് നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവരെയും നേടി, നല്ല കാര്യം. നമ്മൾ അങ്ങ് ചെല്ലണം. അതെ, 2 സ്ഥലത്ത് വെച്ച് ഇവരെ ദൈവം എണ്ണി. അവൻ ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല. അതാണ് സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഇവര് മിസ്രയീമിന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് ഇവർ യാത്ര ചെയ്ത് ഇങ്ങനെ വരിക. ഈ ഭാഗമാണ് സംഖ്യാപുസ്തകത്തിൽ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്ത് മിസ്രയീമിലെ റമസേസിൽ നിറങ്ങി സുക്കോത്ത് കയറി, പിന്നെ പീതാര് ചെങ്കടല് അക്കരെ കയറി, ഷൂറിൽ നിന്ന് മാറയിൽ വന്നു, യനീമിൽ വന്നു, സീനിൽ വന്നു, റബ്ത് ഷേക്കിൽ വന്നു, ആലൂഷിൽ വന്നു, ലബീദീമിൽ വന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് വന്ന് താവളങ്ങൾ അടിച്ച് ഇവിടെ മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ മക്കൾ പാളയം അടിച്ചു. മോവാബ് സമഭൂമി. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം അടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാലാക്ക് ഇവരുടെ താവളവും പാളയവും അല്ലെ പാർപ്പും പോക്കും വരവും കണ്ട് ഭയപ്പെട്ടു. അവരെല്ലാവരും പേടിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ച് 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ അടുത്തത് ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിഫോനിന്റെ മകനായ ബാരാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. മോവാബ് രാജാവും മിദ്യാന്യ മൂപ്പന്മാരുടെ കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ജാതി ഈ ജനം നമ്മളെ നക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മോവാബ് സമഭൂമിയിൽ വന്ന് പ്രാണയമടിച്ച് പരന്ന് കിടക്കുക. ആ നാട്ടിലെ നാട്ടുരാജാവാകുന്ന ബാരാക്ക് പേടിച്ച് ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാര്യം ഇവര് അമോര്യരോട് ചെയ്തതെല്ലാം ഇവരറിഞ്ഞു. പണ്ടൊക്കെ എല്ലാ കാര്യവും അറിയത്തില്ലെങ്കിലും
ചില കാര്യങ്ങൾ കേട്ടറിവും പഴയ ആൾക്കാർ പറഞ്ഞു. പണ്ട് പെന്തിക്കോസുകാർ ഒരു ബഹുമാനവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പെന്തിക്കോസുകാരൻ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ കട സാധനം മേടിക്കാൻ വന്നാൽ മറ്റൊരാള് പെട്ടെന്നൊരു അനാവശ്യം പറയത്തില്ല. അവർ പറയട്ടെ പാവച്ചാനാണ് നിൽക്കുന്നത് പറയും. ഇപ്പോഴോ ഇപ്പം പാവച്ചാനാ അനാവശ്യം ആദ്യം പറയാൻ. മറ്റവര് പിന്നെയും പറയും പാവച്ച അങ്ങനെ പറയാം, നിങ്ങൾ പെന്തിക്കോസിലല്ലേ. നമുക്കിപ്പോ ഒരു ഗുണദോഷം തരിക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണോ അതോ മനസ്സിലാകണം. പണ്ട് നമ്മൾ നിന്നാൽ അവര് അനാവശ്യമൊന്നും പറയത്തില്ല. സ്ഥലവും സമയവും ഒന്നും ഞാൻ പേര് ഒന്നും പറയുന്നില്ല. പണ്ടൊരു കോടതി കേസ് വന്നു. നമ്മുടെ ഒരു ഉപദേശിയാ, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് വക്കീലൊന്നുമില്ല, വാദിക്കാൻ പൈസയൊന്നുമില്ല, ഒരു പരമാർത്ഥിയ. അപ്പോൾ എതിർകക്ഷികൾക്ക് വക്കീലായി ഒരു വാദിച്ച കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ന്യായാധിപന് മനസ്സിലായി ഇദ്ദേഹം നിരപരാധിയാണ്. എങ്കിലും ഒടുവിൽ ചോദിച്ചു, പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയിൽ? അപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ ആ കോടതി ബഹുമാനിച്ചു പറഞ്ഞു, പഴയ ആളാ. അദ്ദേഹം പറഞ്ഞു, ന്യായാധിപനെ നോക്കിയിട്ട് പറഞ്ഞു, ഏമാനെ ഞാനൊരു പെന്തിക്കോസുകാരനാ, കള്ളം പറയുകയായിരുന്നു പറഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞു. ആ ന്യായാധിപൻ മൗനം ദീക്ഷിച്ചിരുന്ന് കുറച്ച് കാര്യത്തോടെ ചിന്തിച്ചു അദ്ദേഹം കൽപ്പന കിട്ടും. അദ്ദേഹം നിരപരാധിയെ വിട്ടേക്കാൻ പറഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസുകാരനാ, ഞാൻ കള്ളം പറയുകയല്ല. എത്ര പറഞ്ഞു. ഇന്നെങ്ങാനും നമ്മൾ ഇന്ന് കോടതിക്കകത്ത് അങ്ങനെ പറഞ്ഞാലോ, ഞാനൊരു പെന്തിക്കോസുകാരൻ. നിന്നെ കാണാനിരിക്കുകയായിരുന്നു, നീ നാളെ ആ ബ്ലേഡ് വിഷയത്തിൽ അതിന് തർക്കം. അനിയന്റെ വസ്തു കൊടുക്കാതെ നീ വേലി കെട്ടി തിരിച്ച് നിന്നെ പറ്റി ഇവിടെ കംപ്ലൈന്റ് പലത്. നിങ്ങൾ എന്തേലും പറ. നീ ചേട്ടനും അണിയുമായിട്ട് വഴക്കുണ്ടാക്കി അവന്റെ വസ്തു കൊടുക്കാതെ പിടിച്ചു വെച്ച അവസാനം കോടതി കേസുമായി അടി ഉണ്ടാക്കി നീ വേറെ സഭയിലും പോയി. നിന്നെ പറ്റി ഇവിടെ പാളകത്തല്ലേ. ഒട്ടും നമ്മൾ അധികം പറയാതിരിക്കുന്നതായിരിക്കും. അതാ കുറച്ചുകൂടെ നല്ലതെന്നാ എന്റെ അഭിപ്രായം. സ്തോത്രം, സ്തോത്രം. മോവാബ് രാജാവ് വളരെ ഭയപ്പെട്ടു. കാരണം ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം ഇവർക്കുണ്ടായി. ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ അന്നിരുന്നും ഭയമാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, വേർപാടും വിശുദ്ധിയും നീതിയും വിശ്വസ്തയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഭക്തന്മാരെ അന്നും ഭയമായി, ഇന്നും ഭയമാണ്. ഞാൻ പറയുന്ന ഭാഷ അല്പം കടുപ്പമായിരിക്കും. അല്ലാത്തവരെ കാജിന് വില വെക്കുകയല്ല. ഓട്ടോക്കാരന് നിന്നെ ഇടിപ്പിക്കാൻ നോക്കും. നീ അവിടെ ബസ് കയറാൻ നിൽക്കും, അവൻ പെട്ടെന്ന് വെട്ടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇടിപ്പിക്കാനല്ല, എന്നാലും നിന്നെ അത്രയ്ക്ക് ബഹുമാനമാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, നീതിയോടെ, പരമാർത്ഥതയോടെ വേദപുസ്തകത്തിന്റെ പ്രമാണപ്രകാരം അവന് മോൻ എന്താ മോനെ പറഞ്ഞ് ഇടിപ്പിച്ചെന്നാണോ പറഞ്ഞത്? ഏതാണ്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്താ എന്തോ പറഞ്ഞു. പ്രസംഗം എറിക്കുന്നില്ലെന്നാണോ? ആര് പറഞ്ഞു? ഞാനിതിന് ശരിയാകുന്നില്ലെന്നായിരിക്കും. ദൈവത്തിന് മഹത്വം. ഇവിടെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും സ്വത്തും ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും നല്ല സാക്ഷ്യത്തോടെ നിന്നോ. യോബിന്റെ പുസ്തകം വായിക്കുന്ന പട്ടണത്തിന്റെ മൂപ്പന്മാർ യോബിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന ബഹുമാനമാണ്. സ്തോത്രം, ബഹുമാനമാണ്. സ്തോത്രം. ഞാനത് പൊതുവിൽ പറയുന്നത് മോശമാണ്, എന്നാലും അങ്ങ് പറയുക. പണ്ട് കുമ്പനാട് നമ്മുടെ ബംഗ്ലാവിൽ ഒരു കേസ് തീർക്കുന്ന സമയമാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. സാറപ്പച്ചനുള്ള കാലത്താണ്. അപ്പൊ അദ്ദേഹത്തിന് എതിരായിട്ട് നമ്മുടെ സഭയിൽപ്പെട്ട ആൾക്കാർ തന്നെ അന്ന് എതിരായി. പേരൊന്നും ഇപ്പൊ പറയുന്നില്ല. പഴയ ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. വെറുതെ ഇനി എന്നെ കൊണ്ട് പേരൊന്നും പറയിപ്പിക്കണം.
അപ്പൊ എതിര് നിൽക്കുന്ന ആൾക്കാരും കുറഞ്ഞ പുള്ളിക്കാരല്ല, പ്രഗത്ഭന്മാരാ. അന്ന് സാറപ്പച്ചന്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, അതിലൊരാളാണ് പാസ്റ്റർ CK ദാനിയേൽ അവർ. പിന്നെ സന്തത സെക്രട്ടറി ആയിരുന്നില്ല മല്ലപ്പള്ളി പൊടിക്കുഞ്ഞപ്പച്ചൻ. അതൊക്കെ ഉണ്ണുണ്ണി സാറിന്റെ കൂടെ കുഞ്ഞാപ്പിച്ചായ, ചെറിയാച്ചായ. എന്നാൽ എതിർ വിഭാഗം ചിലരുണ്ടായിരുന്നു, അവരുടെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ കുമ്പനാട് ബംഗ്ലാവിൽ വെച്ച് കോടതി കുമ്പനാട്ടാക്കി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് വരുന്ന കോടതിയാണല്ലോ. അദ്ദേഹം നേരത്തെ വന്നു. അപ്പം ഉണ്ണുണ്ണി സാർ അവർ സാറപ്പച്ചൻ അകത്തിരിക്കുക. കോടതി കൂടി, മജിസ്ട്രേറ്റ് ഉണ്ട്, ചുമതലപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എതിർഭാഗം കക്ഷികൾ നേരത്തെ ഹാജരായി. അപ്പോൾ അകത്തോട്ട് ആള് പോയി, സാർ അദ്ദേഹം വരണമെന്ന് പറഞ്ഞു. ഞാനിത് കണ്ടില്ല, അന്നുണ്ടായിരുന്ന ആൾ എന്നോട് വളരെ തിട്ടമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് 102 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി. എന്നോട് പറയാ, K. എബ്രഹാം അവർ അകത്ത റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ എഴുന്നേറ്റു. ഇത് നിർമ്മിത കഥയല്ല. സാറപ്പച്ചനകത്ത് ഇങ്ങോട്ട് വടിയായിട്ട് അന്ന് ക്ഷീണിതനാ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ മജിസ്ട്രേറ്റ് വരെ എഴുന്നേറ്റു. സ്തോത്രം. നമ്മുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. നമ്മളെ വഴിയെ പോകുന്ന പട്ടിക്ക് പോലും പട്ടി നിന്നെ കാണുമ്പം ആയത്തിലാ കൊലയ്ക്കുന്നത്. ഞാൻ പരമാർത്ഥമൊന്നും പറയില്ല. സ്തോത്രം. ഇവിടെ വലിയ സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, ചില പ്രയോഗമുണ്ട്. ആടെ അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം മോവാബിൽക്കുണ്ടായി. മോവാബ് ഭയപ്പെട്ടു. നമുക്ക് ഭയമാ. അപ്പൊ മിഥ്യാന്യ മൂപ്പന്മാരുമായിട്ട് ഇവിടെ കൂടി ആലോചിച്ചു, ഇവരെ നമുക്ക് ഒതുക്കണമല്ലോ. ഇവര് കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്തു തരുന്ന എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. അവനെല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. അപ്പൊ മിഥ്യാന്യ മൂപ്പന്മാരുമായിട്ട് ബാലാക്ക് കൂടി ആലോചിച്ചു, ഈ ജനത്തെ നമുക്ക് ഒതുക്കണം, ഇവരെ നശിപ്പിക്കണം. എന്തായാലും മാർഗം. അപ്പം മിഥ്യാന്യ മൂപ്പന്മാര് പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്താലൊന്നും അവരെ ജയിക്കാനൊക്കത്തില്ല. അവരുടെ മാനുഷികമായ രീതിയിൽ പോയാൽ ജയിക്കാനൊക്കത്തില്ല, കായബലത്തിലൊന്നും നേടാനൊക്കത്തില്ല. കരുത്തന്മാരാ. അപ്പൊ ചോദിച്ചു, എങ്ങനെ ഇവരെ ഒന്ന് ഒതുക്കുന്നത്? അപ്പൊ പല അഭിപ്രായം വന്ന് ഒടുവിൽ ഒരു ഏകകണ്ഠമായ അഭിപ്രായത്തിലെത്തി, ഇവരെ ഒതുക്കാൻ ഒറ്റ മാർഗമുള്ളൂ. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, പുള്ളിയെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ചോദിച്ചാൽ പുള്ളിയെ കൊണ്ടുവന്ന പുള്ളി പ്രാവി കൊല്ലുമെന്ന് പറഞ്ഞു. ഇവനെയല്ല, പുള്ളി ശപിച്ച ശാപമാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ വയസ്സൊന്നും പുള്ളി അധികം പറയല്ല, മുഴുവൻ പ്രാക്കും അലപ്പുക. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകൻ ബിലയാമിനെ നമുക്ക് കൊണ്ടുവന്ന് ഇവരെല്ലാം ശപിച്ച് ഒതുക്കണം. അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ചു, അങ്ങനെ ആട്ടെ. അങ്ങനെ ബിലയാമിന് ആള് വിട്ടു. നിങ്ങൾക്ക് ഭാഗം അറിയാവുന്ന അധികം വിവരിക്കണ്ടല്ലോ. ബിലയാമിനെ ആള് വിട്ട് ഒരു ജാതി, ഒരു വംശം, ഒരു ജനതതി വന്ന് മോവാബിൽ പടർന്ന് കിടക്കുക. നീ വന്നവരെ പ്രാവി കൊല്ലണം. ബാരാക്ക് 2 പേരെ വിട്ടു. അപ്പൊ ഈ
ഭൃത്യന്മാര് വന്ന് ബിലിയാമിനെ ക്ഷണിച്ചപ്പോൾ ബിലിയാം പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്ക് വിളിച്ച ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ച് നോക്കിയേ. നല്ല കാര്യം, നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക, ഞാൻ വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ബിലിയാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോകണ്ട. ബിലിയാം രാവിലെ വന്ന് അവരോട് പറഞ്ഞു, നടത്തിപ്പില്ല, നിങ്ങൾ അന്ന് പോക്കോ, ഞാൻ വരുന്നില്ലെന്ന്. അവര് തിരിച്ചു വന്ന് ബാലാക്കിനോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, പുള്ളി പ്രാർത്ഥിക്കുന്നവനാണ്. ഞങ്ങൾ ചെന്ന് ഡേറ്റ് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കട്ടെ. പുള്ളി പ്രാർത്ഥിച്ച് നോക്കിയപ്പം പുള്ളിയോട് ദൈവം പറഞ്ഞ് പോകണ്ട, അതുകൊണ്ട് പുള്ളി വരുന്നില്ല. അപ്പൊ ഈ ബാലാക്കിന് കുറച്ച് ബുദ്ധിയുള്ളവനാണ്. ബാലാക്ക് ഉടനെ ഇവരിലും മാന്യന്മാരെ ചിലരെ അയച്ചു, കുറച്ച് സമ്മാനവും കൂടെ കൊടുത്തു. കൂടെ നമ്മുടെ ഭാഷ പറഞ്ഞ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരെ അയച്ചു, സമ്മാനമെല്ലാം കൊടുത്തു. സമ്മാനം കണ്ണു കുരുടാക്കുമെന്നുണ്ടല്ലോ. ഇവര് കഴുതപ്പുറത്തുമായിട്ട് സമ്മാനമൊക്കെ ആയിട്ട് വീണ്ടും വന്ന് ബിലിയാമിനെ വിളിച്ചു. ബിലിയാ ഇവരെയും കണ്ട്, കഴുതയെ കണ്ടു, സമ്മാനമെല്ലാം കണ്ട്, അതിന്റെ കണക്കിനുണ്ട്. അപ്പൊ ബിലിയാമിന് ചെറിയ പൊടി താല്പര്യമൊക്കെ വന്നു. പുള്ളി പറഞ്ഞ്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, അതിന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാരുമുണ്ട്. തലേന്നൊരു പ്രവാചകൻ വന്ന് പുള്ളിയായിട്ട് പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്നൊരു പ്രവാചകൻ വന്നു, പുള്ളിയോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ തന്നെ പണിയുന്നതായിട്ടാ കുഴഞ്ഞു. തലേന്ന് വന്ന പുള്ളി പറഞ്ഞ് പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്ന് വന്ന പുള്ളി പറഞ്ഞു ഉടനെ പണി. മൂന്നാം ദിവസം വന്ന പുള്ളിയോട് പറഞ്ഞു, ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാം. പുള്ളി പറഞ്ഞു, നിങ്ങൾ വീട് പണിയുന്നതായിട്ടേ നിങ്ങൾ അന്ന് എന്നാ ചെയ്യും പറ, എന്നാ ചെയ്യാനോ? കുഴഞ്ഞൊക്കെ അല്ല, അവസാനം പണി ഇനി ആരെയും നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിളിക്കണം, നമ്മുടെ പാസ്റ്റർ മാത്രമാണ് അവിടെ കുഴയില്ല. ഇവിടെ ബിലിയാം തന്നെ പറഞ്ഞു, നിങ്ങൾ മെയിൻ ചെയ്യും, ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. പുള്ളി ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ബിലിയാം അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ ബിലിയാം പറയാം, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെ കുറയോ ഒന്നും. ആ വാക്യം ഒന്ന് വായിച്ചേ. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ആ ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എങ്ങനെയുണ്ട്? ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക് ദൈവത്തിന്റെ കൽപ്പന വിട്ട്. ഈ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ ബിലിയാമിന് വെള്ളിയോടും പൊന്നിനോടും ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാവരും ചികിത്സ ചെയ്യുന്നവരായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധനയൊക്കെ നടത്തുമ്പോൾ ചില രോഗങ്ങൾ അറിയത്തില്ല എന്തുമാണ്. അതിനെ സ്കാൻ ചെയ്യുന്നു. ഡോക്ടർ പറയുന്ന സ്കാൻ ചെയ്തിട്ട് വരും. സ്കാനിങ് മെഷീനിൽ തെളിയും ചിലത്. പിന്നെ ഇപ്പം ഈ ആതുര ശുശ്രൂഷ ഒക്കെ ബിസിനസ് ആയതുകൊണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനങ്ങ് പറയാം, നമുക്ക് ചില പൈസ ചെലവാകും. എന്നാൽ ഒരു 3 സ്ഥലത്തെങ്കിലും സ്കാൻ ചെയ്യുന്നതാ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഡോക്ടർമാർ തന്നെ പറയും, നമ്മൾ ചോദിക്കും ഡോക്ടർ എവിടെയാണ് സ്കാൻ ചെയ്യുന്നത്? അതായത് ഇവിടെ നമ്മളുടെ വെളിയോടെ വേണ്ട വലത്ത് വശത്ത് 3ാമത് ഇവർ തമ്മിൽ ധാരണയുള്ളതുകൊണ്ടാണ്. നമ്മൾ പിന്നെ ഈ ഡോക്ടറുമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ അവിടെ ചെയ്തേച്ച് ആരുടെ 10 രൂപ കടം മേടിച്ചാലും വേറെ 2 സ്ഥലത്തൂടെ 3 റിപ്പോർട്ട് ഒരേ ലെവലിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അതായിരിക്കും ബുദ്ധി. അല്ലാതെ ഒരു ഡോക്ടർ പറയാന്ന് കേട്ടോണ്ട് തന്നെ സ്കാൻ ചെയ്താൽ ഒരു അസുഖവും ഇല്ലാത്ത നിന്നെ കീറും, അകത്തിരിക്കുന്നൊക്കെ അവരെടുത്തോണ്ട് പോകും. മനസ്സിലായോ? അതായത് ഇതിൽ പറഞ്ഞത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ കുഞ്ഞമ്മാമയ്ക്ക് തീരെ വയ്യ, ഏതാണ്ട് എല്ലാവരും എടുത്തോണ്ട് അവർ വേറെ അതിലോട്ട് അയച്ചു. പുള്ളിക്കാരിക്ക് ഇപ്പം ഭക്ഷണത്തിനോടും വലിയ ഇത് ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ തന്നെ പനിയാട്ടി തന്നെ എത്ര ടെസ്റ്റാണ്? ഒരു ചെറിയ
ടാബ്ലറ്റ് തീരാനുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞ് പനിക്കുള്ളത് കൊടുക്കുന്നത് എന്നാ പറഞ്ഞത്? പാരാസെറ്റമോൾ. അത് തീരാനുള്ളതേ ഉള്ളൂ. അവിടെ ഇതിൽ പറഞ്ഞ് തിരിഞ്ഞിരുന്ന ചോദിച്ചു, നാക്ക് നിർത്തിക്കും, നാക്ക് നിർത്തി, ശ്വാസം വലിച്ചുവിട്ട് ഒരൊറ്റ പാരാസെറ്റമോൾ തീരേണ്ടതാ. അതിനായി വലിച്ചു വിടിയില്ലേ? വലിച്ചുവിട്ട് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ഹുങ്കുള്ള എന്താ പറയുന്നത്, ഗവൺമെന്റ് പറയുന്ന ആൾക്കാർ ഉണ്ട്. ഡ്രൈവറുണ്ട്. അപ്പം ഡോക്ടർ മനസ്സിലായി ചില പിടികൊള്ള വച്ചോന്നെയാ. പിന്നെ ഡോക്ടർ ചോദിച്ചു, എവിടാ വീട്? എന്റെ വീട് കൊട്ടാരക്കര എവിടാ? അപ്പൊ നമുക്കൊരു താല്പര്യം, എനിക്ക് നല്ല മര്യാദയുള്ള ഡോക്ടറാണല്ലോ. മക്കളൊക്കെ ഉണ്ട് 4 പേര്. എവിടാ? മൂത്തവൻ കാനഡ. അപ്പൊ ഡോക്ടർ മനസ്സിലായി ബിൽഡിംഗ് പണിക്ക് തള്ളേനെ അവര് അവിടെ വേറെ ഭാഗം പണിതുകൊണ്ടിരിക്കുക. മറ്റു പിള്ളേരൊക്കെ അവിടെ തന്നെ കാലിഫോർണിയയിൽ. മനസ്സിലായി? കൊച്ചമ്മ ജമ പറയുന്നതാണ്. ഞാൻ ചെറിയ കൊച്ചമ്മയല്ല, ഭാഗത്തെ അന്നേരം അവന് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എഴുതുക. നമ്മൾ ഈ ആധാരം എഴുതുമ്പോൾ നമ്മുടെ മുഖത്തോട് നോക്കി എഴുതുക. 18 കൂട്ടം കൊള്ളുക. ഒറ്റ പാരാസെറ്റമോൾ തീരണ്ട. അങ്ങോട്ട് കയറി കിടന്നോളാൻ പറയും. അപ്പം അല്ല സെറിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് കുത്തിയേച്ച് മുഴുവൻ ബ്ലഡും എടുക്കുക. ചെറിയതിനകത്ത് കൊണ്ടെല്ലാം നിറച്ച് കൊണ്ടുപോകാൻ മുഴുവൻ പരിശോധന. ഇതെല്ലാം ബിസിനസ്സാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഓർപ്പിക്കാത്ത ചതിക്കപ്പെടരുത്. അതിനായി പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പരസ്യം ശ്രദ്ധിച്ചേ. സൗജന്യമായിട്ട് കണ്ണു പരിശോധന, സൗജന്യമായ കണ്ണാടി കടക്കാരുമായിട്ട് ഒരു ധാരണ. സൗജന്യമായ നമുക്ക് ഈ സൗജന്യം വന്ന് കേൾക്കുമ്പോൾ ഇടിച്ചു കയറും ആൾക്കാർ. മറ്റടുത്ത് പോയാൽ 50 രൂപ കൊടുക്കണ്ടേ? ഇവിടെ ആകുമ്പോൾ 50 രൂപ കൊടുക്കാതിരിക്കാൻ 300 രൂപയുടെ ഡീസൽ അടിച്ചാ പോകുന്നത്. എന്നാലും 50 രൂപ കൊടുക്കണ്ടല്ലോ. വാഹനം ഓടിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ച ടോളിന്റെ അവിടെ ചെന്നാൽ 70 രൂപ കൊടുക്കണം. അതിന് വേറെ വഴി കൂടെ. അതിലെ പോയപ്പോ 600 രൂപ ഡീസൽ. ഇത് 70 കൊടുത്തിരുന്ന പെട്ടെന്ന് അതില് മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ സൗജന്യ കണ്ണ് ചികിത്സ നേത്ര സംബന്ധിച്ച് അപ്പൊ അവിടെ നോക്കി എല്ലാം വെച്ച് നോക്കി എല്ലാം നോക്കിയോ. പിന്നെ അവർ പറയുന്നത് ഇടത്തേക്കാണ് ചെറിയ ഭാര്യയും ഭർത്താവും കൂടാ പോയത്. ഭർത്താവിന് കുഴപ്പം ഇല്ല, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, 50 രൂപ ലാഭം. ഭാര്യനെ നോക്കിയപ്പോ ഇടത്തെ കണ്ണിന് ഉണ്ടെ അവരെ അടക്കമാണ്. ഇത് അധികം നാട് പോയ വലത്തെ കണ്ണിന്റെ കാഴ്ചയും കൂടെ ബിസിനസ്സാണ് ഇത്. അതുകൊണ്ടായി പറയുന്നത്. ഉടനെ നമ്മൾ മനുഷ്യനല്ലേ. എന്തുകൊണ്ട് മാറി ഒരു കണ്ണാടി കാണുന്നു. ഇപ്പം വെക്കുന്ന ഇതേ ഇങ്ങനെ ഇരുന്ന അത് പിന്നീട് ഞരമ്പിനെ ഒരു ഞരമ്പിങ്ങനെ പിരിഞ്ഞാണ് വരുന്നത്. നാളേക്ക് പണ്ടേ 2 ഞരമ്പ് പിരിഞ്ഞ്. കാരണം എന്നും പ്രശ്നമാണ്, പ്രശ്നക്കാരിയാണ്. ഡോക്ടർ പറഞ്ഞു ഒരു ഞരമ്പ്. അതിനെന്നാ മാർഗം കണ്ണട വെക്കണം. കണ്ണട കൊണ്ട് അവര് തന്നെ കുറിച്ചു. ഫ്രെയിമിന് ഇത്ര, കണ്ണടയ്ക്ക് ഇത്ര, എല്ലാം കൂടെ 25,000 രൂപ. മര്യാദയ്ക്ക് വീട്ടിൽ 2 പേരുടെ പാടി പ്രാർത്ഥിച്ചു വരുന്നതാണ്. ആ പേപ്പർ വായിച്ചപ്പോൾ സൗജന്യമായിട്ട് 50 രൂപ ലാഭിക്കാൻ പോയപ്പം 25,000 രൂപ. ബിസിനസ് ആകുന്നത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ വരാം. ഈ ബിലിയ പൊതുവിൽ പറഞ്ഞ് എനിക്ക് മാലാഖ് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെയോ കുറയോ ഒന്നും പറയാനും ചെയ്യാനും എനിക്ക്. അപ്പൊ ഈ ഡയലോഗ് കേട്ടാൽ നമുക്ക് പുള്ളിക്ക് വെള്ളിയോടും പൊന്നോടും ഒരു താല്പര്യവും. പക്ഷേ സർവജ്ഞനായ ദൈവം ഇവന്റെ ഹാർട്ട് സ്കാൻ ചെയ്തു. ബിലിയാമിന്റെ ഹാർട്ട് സ്കാൻ ചെയ്തപ്പോൾ 2 റിപ്പോർട്ട് ഒരുപോലെ.
2 സ്ഥലത്ത് സ്കാൻ, ഞാൻ പറഞ്ഞ 2 സ്ഥലത്തെങ്കിലും കുറഞ്ഞത് സ്കാൻ ചെയ്യണമെന്ന്. 2 സ്ഥലത്ത് സ്കാൻ ചെയ്തപ്പം സെയിം റിപ്പോർട്ട്. നിങ്ങൾ 2 വാക്യം ഒന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 ഒന്ന് വായിച്ചേ. രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16. ബെയോരിന്റെ മകനാകുന്ന ബിലിയാമിന്റെ വഴിയിൽ. അടുത്തത്, അവൻ അനീതിയുടെ കൂലി അനീതിയുടെ കൂലി കൊതിച്ചു. ദൈവത്തിന്റെ മഹത്വം. അവരോട് വായിക്കുന്നത് അനീതിയുടെ കൂലി കൊതിച്ചു. സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക്, പക്ഷെ ഇവന്റെ ഹാർട്ട് സ്കാൻ ചെയ്തപ്പോ കൂലി കൊതിച്ചിരിക്കുകയാകും. യൂദായുടെ ലേഖനം 11-ാം വാക്യം വായിച്ചേ. 2-ാമത്തെ സ്കാൻ റിപ്പോർട്ട്. യൂദ 11. ഇതിന് വീടിന്റെ തപ്പണ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പറയില്ലല്ലേ. കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വചന. അവിടെ കൂലി കൊതിച്ചെന്ന. അപ്പൊ സംഖ്യാപുസ്തകം 22-23 പഠിക്കുമ്പോൾ വെള്ളിയോട് പൊന്നിയുടെ താല്പര്യമില്ലെന്ന പുള്ളിയുടെ ഡയലോഗ്. പക്ഷെ സർവജ്ഞാന ദൈവം ഹാർട്ട് സ്കാൻ ചെയ്തപ്പോ 2 റിപ്പോർട്ട് ഒരുപോലെ. അത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. പൗലോസ് പറഞ്ഞില്ല, ആ പാവകളിൽ ഒന്നാമെന്ന് പറഞ്ഞാൽ ഞാൻ 1-ാം പ്രതിയാകുക. മൈക്ക് കിട്ടിക്കഴിയുമ്പോ, പുൽപ്പറ്റ് കിട്ടിക്കഴിയുമ്പോ ഞാനും എന്നെ പോലുള്ള പലരും, അല്ലെങ്കിൽ പൊതുവിൽ പലരും നല്ല ഡയലോഗ് പറയും. എനിക്ക് ദൈവമക്കളെല്ലാം ഒരുപോലാണ്, വേറുകൃത്യം ഒന്നുമില്ല, എനിക്കെല്ലാവരും ഒരുപോലെ. വെറുതെയാണ്. ഞാൻ ആദ്യം ഞാൻ പ്രതിയായല്ലോ. സ്തോത്രം. ഞാൻ അധികം വിവരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. നല്ലതുപോലെ എന്നെ നിങ്ങളെ സ്കാൻ ചെയ്യുന്ന അവര് സർവജ്ഞനായ ദൈവമുണ്ട്. മൈക്ക് കിട്ടുമ്പോൾ, പുൽപ്പറ്റ് കിട്ടുമ്പോൾ, സ്റ്റേജ് കിട്ടുമ്പോൾ എല്ലാവർക്കും കസർത്ത് നടത്താം. പക്ഷേ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരുവൻ സ്വർഗ്ഗത്തിലുണ്ട്. ഉള്ളത്തിനായിരിക്കണം സംസാരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ദൈവമുണ്ട് കേട്ടോ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഹൃദയത്തിന്റെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിച്ചറിയുന്നവനാ ദൈവം. നമ്മളിപ്പോ ഒരു സ്തോത്രം പറഞ്ഞ സ്തോത്രത്തിന്റെ ശബ്ദവും ആ ട്യൂണുമല്ല ദൈവം നോക്കുന്നത്, എന്തോ ഉദ്ദേശത്തോടെ പറഞ്ഞെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മാർക്കിടുന്നത് ഭയങ്കര സ്തോത്രമാണ് കേട്ടോ. ആ കണ്ണീരിലൊക്കെ കേൾക്കേണ്ടതാണ്, നല്ല പവറാണ്. അതൊക്കെ അഭിനന്ദിക്കുന്നു. പക്ഷെ എന്തോ ഉദ്ദേശത്തോടെ അത് പറഞ്ഞെന്നാ ദൈവം നോക്കുന്നത്. ദൈവത്തിന് മഹത്വം. ബിലിയാം പറഞ്ഞ എനിക്ക് വെള്ളിയും പൊന്നും വലിയ താല്പര്യമില്ലെന്ന്. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ ഇതിന്റെ അകത്ത് മുഴുവൻ വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുക, ദ്രവ്യാഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞ ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെന്ന്. കാരണം സമ്മാനമായിട്ടാണ് വന്നത്. അപ്പൊ തമ്പുരാന് മനസ്സിലായി ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലബുദ്ധി അകത്തിരിക്കുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ പൊക്കോളാൻ പറഞ്ഞു. കാരണം പോകണ്ടെന്ന് പറഞ്ഞാലും പുള്ളി പോകുമെന്നുള്ളത് ഉറപ്പാണ്. പത്രോസിന് അതുല്യമായ ദുർബലക്കന്മാരെ പറ്റി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ യൂദായും പത്രോസും എല്ലാം പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം, നിങ്ങളെ അവര് വാണിഭമാക്കുമെന്നാണ്. നിങ്ങളെ അവര് അന്ത്യകാലത്ത് എന്ന് പറഞ്ഞ വാണിഭം ആക്കുമെന്ന് പറഞ്ഞ ഒരു രോഗശാന്തി നടത്തിക്ക്. ആ രോഗശാന്തി TV കൂടെ കാണിക്കുക. വേറെ രോഗികളെല്ലാം അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പരിവൊക്കെ എടുക്കിടക്കുക. ഒരു തള്ള എങ്ങാണ്ട് ഈ എന്താ പറയുന്നത്, സ്ട്രെച്ചർ എടുത്ത് ഊരോട്ട് കളഞ്ഞു. വേറെ അപ്പൻ വീൽ ചെയർ തള്ളി ഊരോട്ട് കളഞ്ഞു. സ്ഥലം പറയുന്നില്ല. ഒരു വലിയ രോഗശാന്തി വരപ്രാന്തൻ, വെളിയിൽ നല്ല കേരളത്തിലെ വരപ്രാന്തം വന്ന് വീൽ ചെയറെ വന്നത്, വീൽ ചെയറില്ല, ഈ ബെൽറ്റ് ഇട്ടേക്കാണ്. ഞങ്ങളുടെ ഒരു യാഗോച്ചായ ബെൽറ്റ് ആയിരുന്നു. ഈ ട്രിക്ക് ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. ഈ
ഈ ഓളിയോ എല്ലാം കൂടെ കൂട്ടി കൊച്ചുങ്ങളെല്ലാം കൂടെ അട്ടിച്ച് പെരുപ്പിച്ച് ലൈറ്റും എല്ലാം ഇപ്പൊ അങ്ങനെ ആണല്ലോ. സർക്കസ് കൂടെ അടുത്ത് ചെല്ലുമ്പോഴല്ലേ സവാരി നമ്മൾ കൺവെൻഷൻ ചെയ്യണം. ഇതെല്ലാം കൂടെ അട്ടിച്ച് പെരുക്കി ഇങ്ങനെ ഇങ്ങനെ മിന്നുന്നില്ല. അതിനെന്നെ പോലെ പറഞ്ഞ് ഇങ്ങനെ പല ലൈറ്റ് വന്ന് ഇങ്ങനെ മിന്നിയല്ലേ. നിങ്ങളാരും കണ്ടിട്ടില്ലേ? ഉറക്കം പറ. ആ, ഞാൻ പറഞ്ഞാൽ തെറ്റും. അപ്പൊ ഈ ലൈറ്റ് എല്ലാം കൂടെ ഇറക്കി ഈ ഓളിയോ എല്ലാം കൂടെ വെച്ച് അടിച്ച് പെരുപ്പിച്ച് ചാക്കോച്ചാനെ ചെയ്ത് കയറി പുള്ളി ഇതിലും കൂടെ കണ്ടാന്തം വിട്ട. അപ്പം പരപ്രാർത്ഥം ചോദിച്ചു സൗഖ്യമായി വെച്ചു. പുള്ളി പറഞ്ഞ ആയെന്ന് പറഞ്ഞു. ബെൽറ്റൂരാ പറഞ്ഞു. അങ്ങനെ ബെൽറ്റൂര് ഊരോട്ട് പറഞ്ഞു. അന്നേരത്തെ അന്തരീക്ഷത്തിന് ഇളക്കത്തിന് പുള്ളി നടന്ന് പോവുകയും ചെയ്തു. പിറ്റേന്റെ പിന്നെയും കുഴഞ്ഞു. യേശു സൗഖ്യമാക്കി. അങ്ങനെയാണോ? പക്ഷപാതക്കാരൻ പിന്നെയും വന്നവിടെ കടന്നു. കിടക്കരുത് നടക്കണമെന്ന് പറഞ്ഞു. അമ്മ പോയിട്ട് പിന്നെ എന്ന് വരെ ആ ഭാഗത്തോട്ട് വന്നിട്ടില്ല. അതാ യേശു സൗഖ്യമാക്കി. പക്ഷെ ഈ നാമത്തിൽ ഈ പേരിൽ ഒത്തിരി കൃത്രിമം നടക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഏതെങ്കിലും ഒരു രോഗി സൗഖ്യമായാൽ പ്രാർത്ഥിച്ചവന്റെ വിശേഷം കൊണ്ടല്ല. ഒന്ന്, വന്നവന് വിശ്വാസം, അല്ലെ അവനെ കൊണ്ടുവന്നവന് വിശ്വാസം. രണ്ട്, ദൈവനാമം മഹത്വപ്പെടാൻ. പൗലോസ് രോഗശാന്തി വരെ പ്രാർത്ഥന റൂമാൽ ഒത്തിരി ദേഹത്തിട്ട. പക്ഷെ എപ്പോ പ്രാർത്ഥന രോഗിയായിട്ട് ഇട്ടില്ല. സ്തോത്രം. റൂമാൽ ഒത്തിരി വിട്ടാൽ സൗഖ്യമാ. പിന്നെ പുള്ളിയെ കൂടെ ഉണ്ടാകുന്ന കൂട്ടുവേലക്കാരന്റെ സൗഖ്യമാക്കാൻ അവിടെ വിട്ടേച്ച് പോകും. മരിക്കത്തൊക്കെ അനുഭവത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ ഇപ്പൊ ചിലർക്ക് പരിവേഷം എല്ലാം കൊടുത്താൽ അങ്ങോട്ട് പരിവേഷം കൊടുത്ത് അവര് വരുന്നതിന് മുന്നേ, അവർ ആ ദേശത്തോ രാജ്യത്തോ വരുന്നതിന് മുന്നേ ഉള്ള ടിവിയിലും മാധ്യമത്തിലെല്ലാം വീൽ ചെയർ എടുത്ത് കളയുന്നതാ. അന്ത്യകാലത്ത് വാണിഭമാക്കും. സ്തോത്രം. അത് നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ബിലിയാമിന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാണ്. അപ്പൊ ഇത് അകത്ത് വെച്ചോണ്ടാ പറഞ്ഞത് ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഒന്നുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു പോക്കണം. അങ്ങനെ ബിലിയാം ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ഇവൻ യാത്ര ചെയ്ത മെസൊപ്പൊട്ടേമിയയിലെ പദോനിൽ നിന്ന് ബയോണിന്റെ മകനാകുന്ന ബിലിയാം എന്നാണ് എഴുതിയേക്കുന്നത്. ഇവൻ വന്നു. ഇടയ്ക്കത്തെ കഴുത ദൂതനെ കണ്ട കാര്യമൊന്നും ഇപ്പൊ പറയുന്നത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കാല് ഞെക്കി ഇടുക്കമുള്ള വഴിയിൽ കൂടെ വന്നു. ദൂതനെ കഴുത കണ്ടു. ബിലിയാം കണ്ടില്ല. പ്രശ്നങ്ങളായി. എങ്കിലും കഴുത അടിച്ചു. കഴുതയുടെ വാ ദൈവം തുറന്നു. എന്നിട്ടും പുള്ളി തിരിച്ചു പോകാനോ മനം തിരിയാൻ താല്പര്യം വന്നില്ല. ഒടുവിൽ മാലാഖിനെ എടുക്കൊണ്ട് മാലാഖ് പറഞ്ഞു, ഒരു ജനം വന്ന് പരന്ന് കിടക്കുക, ഇവരെ നീ ശപിച്ച് കൊല്ലണം, അല്ലെ പ്രാകണം. ബിലിയാം പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ബിലിയാമിനെ 3 സ്ഥലത്ത് കയറ്റി നിർത്തിയെന്ന സോബിമലയിലും പിസ്കായുടെ ഈ ഭാഗത്തുമെല്ലാം ബിലിയാമിനെ 3 സ്ഥലത്ത് 3 വ്യൂവിൽ നിന്ന് കണ്ടു. ഇവരെല്ലാം 3 സ്ഥലത്ത് നിന്ന് കാണുക. കണ്ടിട്ട് ബിലിയാം പറഞ്ഞ പദത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ഇസ്രായേൽ മക്കളെ നോക്കിച്ച് പറയാ, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇവരെ ശമിക്കാനാ കൊണ്ടുവന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ബിലിയാമിന്റെ വായിൽ കൊടുത്ത വചസ്സിത, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ഒരു കാര്യം ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ എടുത്ത് വേർപാട് പാലിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവ വൈതലിന് ഒരാഭിചാരവും പറ്റത്തില്ല. ഒരു ശക്തി നിന്നെ തൊടുകയല്ല. കാരണം സർവജ്ഞനായ ദൈവത്തിന്റെ ഉള്ളം കയ്യിലാണ്. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അത് ശരി. പക്ഷെ എങ്ങനത്തെ യാക്കോബാ നമ്മള് ഇന്ന് അതാ അല്പസമയങ്ങളൊന്നും ചിന്തിക്കുന്നത്. യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല. യാക്കോബ് എങ്ങനെ ആയിരിക്കണം? എങ്ങനത്തെ യാക്കോബിനാണ് ആഭിചാരം പറ്റാത്തത്? അതിന്റെ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം വായിച്ചേ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി. എങ്ങനത്തെ യാക്കോബിനാണ് ആഭിചാരം പറ്റാത്തത്? ഒന്ന്, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള യാക്കോബിന്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഉണക്കസ്തോത്രം പറഞ്ഞ നീ അടി മേടിക്കും. ചിലര് ആ കയ്യടിയും സ്തോത്രവും ഇരിപ്പും നോട്ടവും കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് മിക്കവാറും പരിവക്കേടാ.
എന്നാൽ തിരുവചനം പഠിപ്പിക്കുക, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള യാക്കോബിന് ഒരാഭിചാരവും പറ്റുകയില്ല. നിന്റെ കുടുംബത്തിനും ഒരാഭിചാരം ഏക്കത്തില്ല. അവൾ ആഭിചാരം യാക്കോബിന് പറ്റാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആത്മശക്തികൾ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ സഭയിലുള്ള എല്ലാവരും ആത്മാഭിഷേകം പ്രാപിക്കണം. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും യൗവനക്കാരും മാതാപിതാക്കളും സകല ആൾക്കാരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഈ ചില ആൾക്കാർക്ക് പ്രായമാകുമ്പോൾ ഒരു ചിന്തയുണ്ട്, ഇനി പിള്ളേരെല്ലാം ആരാധിക്കട്ടെ, ഞങ്ങൾക്ക് 10, 60, 65. സ്തോത്രം. എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാം. എന്റെ വചനത്തെ കൊടുക്കും. പിള്ളേരെക്കാളും നന്നായിട്ട് ആരാധിക്കേണ്ടത് പ്രായമുള്ളവരാണ്. പിള്ളേരും ആരാധിക്കണം. ഒരു ചെറിയ നരയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം സ്തോത്രമൊന്നും പറയില്ല ചിലര്. പിന്നെ ഇതുപോലെ സൈഡ് സീറ്റിലേ ഇരിക്കുള്ളൂ. ഹോളി വന്നാൽ മൂപ്പനായി. ചിലക്ക് പിന്നെ ഫിക്സഡ് കസേര സഭയിൽ തന്നെ ഉണ്ട്. ചില പിന്നെ ആകെ കൂടെ 2-3 കാര്യമേ അവരെ കൊണ്ട് ഒക്കുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാൻ കൊള്ളാം. ചില പിന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് അതിനുവേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ചില പിന്നെ സങ്കീർത്തനത്തിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന, അത് പുള്ളിക്ക് തന്നെ ഫിക്സഡായിട്ട് ഇട്ടിരിക്കുക. ഇതിനെങ്ങാനും ഭംഗം വന്നാൽ സഹായം കഴിഞ്ഞ് പാസ്റ്റർക്ക് ധാരാളം കോള് വരാൻ സാധ്യത. സ്തോത്രം. വചനത്തിൽ നിന്ന് പറയട്ടെ, കുഞ്ഞുങ്ങളെക്കാൾ നന്നായിട്ട് പ്രായമുള്ളവർ ആരാധിച്ചോണം. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ. യാക്കോബിനെ പറ്റി പഠിക്കുന്നത് യാക്കോബ് യോസേഫിന്റെ പിള്ളേരെ 2 പേരെയും കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. മനശ്ശെ എഫ്രയീമിനെ. 147 വയസ്സുണ്ട് യാക്കോബിന് ഈ സമയത്ത്, മരിക്കുന്നതിന് മുമ്പ്. യോസേഫിന്റെ 2 പിള്ളേരെയും കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്ന, കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. 147 വയസ്സുള്ള യാക്കോബ് ജരാതര ബാധിച്ച് ശയ്യാവലംബന ക്ഷീണതനൊക്കെയാ. പക്ഷെ യോസേഫിന്റെ മിസ്രയീമിൽ വെച്ച് 2 പിള്ളേരെ മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ ആ വലക്കൈ എടുത്ത് എഫ്രയീമിന്റെ തലയിൽ, ഇടക്കൈ എടുത്ത് മനശ്ശെയുടെ തലയിലും കൈ ഇങ്ങനെ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. വായു കൊണ്ടെന്നാണോ? നിങ്ങൾ എന്തേലും പറ, എന്തേലും പറഞ്ഞാൽ പോരാ, വചനത്തിൽ നിന്ന് പറയണം. കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചേച്ച് വായു കൊണ്ടെന്നാണോ? അമ്മാമയാണല്ലോ വാക്യം വായിച്ച് കണികടാതെ ദൈവത്തേക്കട്ടെ. പിള്ളേരെ കൈവച്ച് പണച്ച് അനുഗ്രഹിച്ചെന്തോ വായു കൊണ്ടെന്നാണ്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വായു കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ പോകാൻ നേരത്ത് ഇങ്ങനെ വലിക്കും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഭാഷാപ്രയോഗം. ഇവിടെ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ എങ്ങനെ പറഞ്ഞത്? അതിനെന്നാ ഇവിടെ എന്നാ പറയുന്നത്? ദീർഘശ്വാസം. അതല്ല ദീർഘശ്വാസം, അതാ ദീർഘശ്വാസം. ഇത് ജീവൻ പോകാൻ നേരത്ത് അന്ത്യശ്വാസം. അത് അപ്പൊ അതിന്റെ അങ്ങനെ പറയാം. യോസേഫിന്റെ പിള്ളേരെ കൈവച്ച് അനുഗ്രഹിച്ചേച്ച് അന്ത്യശ്വാസം കൊണ്ടെന്നാണോ? പിന്നെ അത് ഇല്ലാതെ വായിച്ച കണ്ടാണ്. അതിപ്പോഴൊന്നും നമുക്ക് പോണ്ടതാ. പെട്ടെന്ന് പറ, പോണ്ടേ എല്ലാവരും. നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ തെളിയുണ്ടെന്നായിരിക്കും. തെളിയുന്നില്ല, ഞാൻ തന്നെ പറയാം. വായിച്ചു. നിങ്ങള് ഉൽപ്പത്തി പുസ്തകം ഇന്നും നാളെ അല്ല, ആയുസ് മുഴുവൻ വായിച്ചാൽ കാണുന്നില്ല, അവിടെ ഇല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 18-21 വാക്യം വായിച്ചു. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. അവർക്ക് വായിച്ചേട്ടാ. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വഴിയുടെ അറ്റത്തെ ചാടിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും
അനുഗ്രഹിച്ചേച്ച് അന്ത്യശ്വാസം വലിച്ചെന്നല്ല, വഴിയുടെ അറ്റത്ത് ചാരി ദൈവത്തെ ആരാധിച്ചെന്ന. നമസ്കരിച്ചെന്ന മലയാളത്തിൽ ശരിയായ പ്രയോഗം ദൈവത്തെ ആരാധിച്ചെന്ന. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ആ ബൈബിളിൽ എങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചു. എവിടെ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21. പെട്ടെന്ന് വായിച്ചു. അതിലെങ്ങനെ എഴുതിയേക്ക് നോക്കണം. നീ മാസ്ക് മാറ്റി വെച്ചു എന്റെ പൊന്നു മോനെ. ഇവിടെ ആർക്കും കോവിഡ് ഒന്നുമില്ലേ? വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും. അതിനകത്ത് അവിടെ എങ്ങനെ എഴുതുന്നത്? വർഷിപ്പണമെന്നാണ്. ഇംഗ്ലീഷും കൊടുത്തിരിക്കട്ടെ, ഇംഗ്ലീഷും കൊടുത്തിരിക്കട്ടെ. By faith Jacob, when he was dying, blessed each of his Joseph's son and worshipped as he leaned on the top of his staff. കൊച്ചുമക്കളെ രണ്ടുപേരെ കൈ വിറച്ചു വെച്ച് അനുഗ്രഹിച്ചേച്ച് ഊർദ്ധശ്വാസം വലിച്ചെന്നല്ല, ദൈവത്തെ ആരാധിച്ചെന്ന്. ഇപ്പൊ യാക്കോബിന് 147 വയസ്സുണ്ട്. അപ്പൊ 147 വയസ്സുള്ള യാക്കോബ് ആ ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ലെന്നാണ് ഞാനീ പറഞ്ഞത്. നീ 50-ആയി 55-ആയി സൈഡിലായിരിക്കുന്നത് സീറ്റും ഒക്കെ കിട്ടി ഇനിയിപ്പോ ആരാധിക്കണ്ട പിള്ളേർ അവനെ പറഞ്ഞ ശക്തിപ്പെട്ടാട്ടെ. പിന്നെ ഇങ്ങനെ തന്നെ പരിപാടി. കൊച്ചുങ്ങൾ ആരാധിക്കുന്നത് നോക്കിയിരിക്കുക. പറഞ്ഞു സ്തോത്രം. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ദൈവത്തിന്റെ മഹത്വം. ബാലന്മാര്, വൃദ്ധന്മാര്, യുവതികള്, യുവാക്കള്, സകല ആൾക്കാരും ദൈവത്തെ ആരാധിക്കണം. അവിടുന്ന് സർവജ്ഞനായ ദൈവമാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും എല്ലാത്തിനും യോഗ്യൻ ഒരുവനേ ഉള്ളൂ, നസറേയനായ യേശുക്രിസ്തു. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരോ, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരോ, വയസ്സുള്ള യാക്കോബ് ദൈവത്തെ ആരാധിക്കുക. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോടും മാതാക്കളോടും പ്രായമുള്ളവരോടും ബഹുമാനിതരായി നിങ്ങളോട് പറയട്ടെ, ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. എന്റെ അഭിപ്രായം പറയാം, മക്കളുള്ളവരെക്കാൾ കുറച്ചുകൂടെ ആരാധിക്കേണ്ട കൊച്ചുമക്കളുള്ളവരെ. ഇത് കൊച്ചുമക്കളായി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്ത് പോലും. കാരണം മക്കള് ഒരു അനുഗ്രഹമാണ്. മക്കളെ പോകാൻ നീ അവകാശം ഉദരബലം ദൈവം തരുന്ന അതിലും കുറച്ചുകൂടെ അനുഗ്രഹമായി കൊച്ചുമക്കളെ കാണുന്നത്. കൊച്ചുമക്കളുള്ളവരും മക്കളുള്ളവരെക്കാളും നന്നായിട്ട് ദൈവത്തെ. പിന്നെ കാരണം പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നത്, യോസേഫിന്റെ മകനാകുന്ന മനശ്ശെയുടെ മകൻ മാഹീരിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ വളർന്ന. എങ്ങനെ യോസേഫിന്റെ മകനാകുന്ന മനശ്ശെയുടെ മകനാകുന്ന മാഹീരിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ വളർന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും പറയത്തില്ല. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ട്, മോനും മോളും ഫ്ലാറ്റില് എറണാകുളത്ത്. നീ അപ്പനും അമ്മയും ഫ്ലാറ്റ് ആകുമ്പോ അവര് വരാൻ സാധ്യത അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുമോ? മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവര് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചോളാം. അത് വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് മകത്ത് അതെ. അപ്പൊ ഈ യാക്കോബിനെ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ വിഷയം, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ഉണക്കസ്തോത്രം പറഞ്ഞ നീ അടി മേടിക്കും. എന്നാൽ ആത്മബലത്തിന്, ആത്മനിറവിൽ കാട്ടുപോത്തിന് തുല്യമായ ബലത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഒരു ആഭിചാരവും പറ്റുകയില്ല. ശ്രദ്ധിക്കണേ, ഈ
സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് കാട്ടുപോത്തിന് തുല്യ ബലം യാക്കോബിനുണ്ടെന്ന എന്നാണ് 21-ാം അധ്യായത്തിന്റെ 4-ൽ ഇവർ ക്ഷീണിച്ചെന്നാണ് എഴുതിയത്. വായിച്ച 21-ന്റെ 4. പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ഈ ഭാഗത്ത് ക്ഷീണിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. മനസ്സ് ക്ഷീണിക്കുമ്പോ ശരീരം ക്ഷീണിക്കും, സ്വാഭാവികമാണ്. അപ്പൊ 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചു എന്നുള്ള പദമാണ്. പക്ഷെ ഇവരെ പറ്റി 23-ാം അധ്യായത്തിന്റെ 22-ൽ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടെന്ന്. ഈ ദൈവമക്കൾക്ക് ചില പ്രത്യേക സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകാം, ശാരീരിക ക്ഷീണം ഉണ്ടാകാം, മാനസികമായി ചിലപ്പോൾ ക്ഷീണം ഉണ്ടായെന്ന് വരാം, സാമ്പത്തികമായി ക്ഷീണം ഉണ്ടായെന്ന് വരാം, ചിലർക്ക് ആത്മീയത്തിലും ക്ഷീണം ഉണ്ടായെന്ന് വരാം. ഈ ആത്മീയത്തിൽ ക്ഷീണം ഉണ്ടാകാൻ പല കാര്യമുണ്ട്. അതിൽ ഒന്ന് രണ്ട് പറയാം. ആരോഗ്യമൊന്നും ഉണ്ടാക്കരുത്, ഉടക്കുണ്ടാക്കരുത്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ നല്ല നിലയിൽ ആരാധനയും പ്രാർത്ഥനയില്ലേ ക്ഷീണം ഉണ്ടാകും. ചിലർക്ക് വെറുതെ ഇതിനകത്ത് വരുന്നുണ്ട്, അവർക്കൊരു ക്ഷീണവും ഇല്ല. പക്ഷെ കർത്താവിനെ രുചിച്ചറിഞ്ഞ് സത്യത്തിലും ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ സമുദായങ്ങളും സംഘടനകളും നേരത്തെ നിങ്ങളുടെ ഒക്കെ വിട്ട് പുറപ്പെട്ട ദൈവമക്കൾക്ക് ആ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ നല്ല നിലയിൽ ആരാധന ഇല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകും. ഇപ്പൊ മിക്കടുത്തും പേരിനല്ലേ വന്നിരുന്ന ചില തെറ്റിദ്ധരിക്കരുത്. ചില സഭകളില് 10 മണിക്ക് യോഗമെങ്കിൽ 10:30 ചില 10 ഒക്കെ കഴിയും, 10:30 11 ആകും. വീട്ടു പ്രാർത്ഥനയ്ക്കും ഒക്കെ അങ്ങനെയാ. ചിലയിടത്ത്, എല്ലായിടത്തും അല്ല. അവസാനം ചിലയിടത്ത് പാസ്റ്റർമാർ ചോദിക്കും, തെറ്റിദ്ധരിക്കരുത്, അവര് ചോദിക്കും നമുക്ക് തുടങ്ങാം. പിന്നെ പാസ്റ്റർ പറഞ്ഞു ചാക്കോച്ചാൻ വന്നിട്ടില്ല, എന്നാ പുള്ളിയും കൂടെ വരട്ടെ. പിന്നെ വേറെന്നാണ് വിശേഷം? പക്ഷെ അവിടെ കൗൺസിലിന് പോയായിരുന്നു. ഓ, മറ്റേ പുള്ളി ഇലക്ഷന് നിൽക്കുന്നുണ്ട്, യോഗം തുടങ്ങാൻ പോവാ. പാസ്റ്ററെ കൊല്ലം വോട്ട് ചെയ്യാൻ പോകുന്നു. ഞാനിപ്പോ ഏത് പാനലിന്റെ കൊണ്ട് നിൽക്കണമെന്ന് ആ ചാപ്പച്ചാൻ തരുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ഇല്ല, ബേച്ചാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇങ്ങോട്ട് ബേച്ചാനൂടെ എന്നാ അങ്ങനെ പാവച്ചാനും ബേച്ചാനും എല്ലാം എല്ലായിടത്തും കാര്യമല്ല, ചിലയിടത്തെ കാര്യമായി. ഇവിടുത്തെ ഒന്നതിനോട് പറയരുത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ വന്നപ്പോൾ ആരാധന അങ്ങോട്ട് നിൽക്കാം. ചില ഇടങ്ങളിലെ കാര്യമാണ്, പലയിടത്ത് പോകുന്നതല്ലേ. അത് കഴിഞ്ഞാണ് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥിച്ചോട്ടെ. ഈ ഗുരുക്കെല്ലാം ഒപ്പിച്ച ഉള്ളി വേണം പ്രാർത്ഥിച്ചോട്ടെ. എന്നെ പുള്ളി താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ സംസാരത്തിൽ വന്ന കാരണം 3/4 മണിക്കൂറിട്ട് ഗുരുക്കൊപ്പിക്കുകയാണ്. ഞങ്ങൾ ഒന്നുകൂടെ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് അവിടുത്തെ തങ്ക നിണം കൊണ്ട് ഞാൻ എന്റെ ഒരു മെതേടങ്ങ് പറഞ്ഞു ഒരുമാതിരി പ്രാർത്ഥിച്ചു നിർത്തി. എന്നെ പാസ്റ്റർ പാട്ട് പാടിയാട്ടെ. ഉടനെ ഏത് പാട്ട്? ഏതെങ്കിലും ഒന്ന് പാട്. സ്തോത്രം. ഏതെങ്കിലും ഒരു പാട്ട് പാടി. കൈ അടിച്ചവൻ അടിച്ചു, അടിക്കാത്തവൻ അടിച്ചില്ല. പാടുന്നവൻ പാടി, പാടാത്തവൻ പാടിയില്ല. മര്യാദയ്ക്ക് ഇരിക്കുന്നവരുണ്ട്, മുട്ടയിൽ ഇരിക്കുന്നവരുണ്ട്, നന്നായിട്ട് ഇരിക്കുന്നവരുണ്ട്, കസേര ഇരിക്കുന്നവർ കാണും, താഴെ ഇരിക്കുന്നവർ കാണും, തുമ്പിയെ പിടിക്കാനിരിക്കുന്ന പോലെ ഇരിക്കുന്നവർ കാണും. സഭായോ ആ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ ചിലയിടത്ത് പാസ്റ്റർമാര് 2 പേര് പ്രാർത്ഥിച്ചാണ്. 2 പേര് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇട്ടിരിക്കുക. കുറ്റമല്ലേ പറയാന്? ഒരു ആരാധന ശരിക്ക് ഇല്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ചിലര് ക്ഷീണിക്കും. നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നല്ല വചന ശുശ്രൂഷ ലഭിക്കുന്നില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും. ആത്മീയ സ്നേഹബന്ധത്തിൽ എല്ലാവരും ഒന്നിച്ച് യോജിച്ച് പോകുന്നില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും. ക്ഷീണിക്കാൻ പല കാര്യമാണ്. ചിലരെ ചില സഭകളിൽ ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ളവർ ക്ഷീണിക്കും. അവരവിടെ മിണ്ടുകയല്ല, അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകല. അഥവാ പോയാൽ ചിലർ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയല്ല. അവിടെ ഭക്ഷണമുണ്ട്, അന്നൊരു പ്രത്യേക ഉപവാസമാണ്, കള്ള ഉപവാസം. അവിടുന്ന് കഴിക്കുകയല്ല. ഈ കക്ഷിയുടെ പുറകെ വീട്ടിൽ ചെല്ലണം, നല്ല പെഴുക്കാ പെരുക്കുണ്ടായിരുന്നു. ഇതൊക്കെ ദൈവം കാണണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില ദൈവമക്കൾ ക്ഷീണിക്കും. അത് സ്വാഭാവികം. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന ദൈവമക്കൾ നിലയിൽ മുൻപോട്ട് പോകരുത്. നിന്റെ ക്ഷീണം തീർക്കണം.
ക്ഷീണം തീർക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകരം നമ്മുടെ നടുവിലുണ്ട്. Praise the Lord. അപ്പൊ ശ്രദ്ധിക്കുക, 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. പക്ഷെ ഇവരെ പറ്റി 21-4 വായിക്കുന്നത് ക്ഷീണിച്ചെന്ന. അപ്പൊ 21-ൽ ക്ഷീണിച്ചവർ 23-ൽ ബലപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഇവര് ബലപ്പെട്ടു. അത് നമുക്കൊന്ന് ചിന്തിക്കാം, ശാന്തമായിട്ട് വചനത്തിൽ ചിന്തിക്കാം. 21-ൽ ക്ഷീണിച്ചവർ 23-ൽ ബലപ്പെട്ടു. 21-ൽ ക്ഷീണിക്കാൻ കാര്യം വായിച്ചേ, അതിന് 21-4 മുതൽ ഒന്നുകൂടെ വായിച്ചേ. അതെ, ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അധികം വിവരിക്കണ്ടല്ലോ. 21-4 ഇതിന് ക്ഷീണിച്ചു. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഇവര് ക്ഷീണിച്ചിട്ട് പറയുക, ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആവശ്യമില്ലാത്ത സംസാരമാണ്. ക്ഷീണിച്ചു. ജനം ദൈവത്തിന്റെ മോശയ്ക്ക് വിരോധമായിട്ട് പുരുപുറത്ത് സംസാരിച്ച് പറയുക, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്നിട്ട് പറയും, എവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. ഇത് മന്നക്കെതിരെയാണ്. മന്നക്കെതിരെ ഒരു പ്രശ്നം പറയാം, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മന്ന വെറുപ്പാണ്. അത് ദൈവത്തിന് ഹിതമല്ലാത്ത സംസാരമാണ്. ഓ, സാരമില്ലാത്ത ചിലക്ക് ഇപ്പൊ പെന്തിക്കോസ് ഇഷ്ടമല്ലല്ലോ. ചിലർക്ക് പെന്തിക്കോസുകാരാന്ന് പറയുന്നതും ചിലർക്ക് ഇഷ്ടമല്ല. സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോകുന്ന ചില പിള്ളേർക്ക് അവിടെ പെന്തിക്കോസാണ് വെളിപ്പെടുത്തുന്നത്. ചിലർക്ക് വീട്ടിൽ നിന്ന് കമ്മലും മാലയൊന്നും ഇല്ലാതാ ചില പിള്ളേർ പോകുന്നത്. കോളേജിന് അടുക്കുമ്പോ എല്ലാവരുടെയും കാര്യമല്ലേ. സ്തോത്രം സ്തോത്രം. കുടുംബക്കാരും ചാർച്ചക്കാരും വലിയ ഉന്നതന്മാരും ഒക്കെ നിൽക്കുന്ന സദസ്സിലും സംഘത്തിലും പെന്തിക്കോസാന്ന് പറയാൻ ചിലർക്ക്, എല്ലാവർക്കും അല്ലേ, ചിലർക്ക്. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് ഈ കൂട്ടായ്മയാന്ന് പറയാൻ ലജ്ജിക്കരുത്. ഏത് സദസ്സിലും എവിടെ വെച്ച് തന്റെ ഇടത്തോടെ സന്തോഷിക്കുന്നവർക്ക് ഞാൻ ദൈവവൈദ്യരാന്ന് പറയാം. ഇവര് മന്നെ തിരസ്കരിച്ച് പറയാ, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. മന്ന നല്ല ഭക്ഷണമാണ്, സ്വർഗീയ ധാന്യമാണ്, മല്ലന്മാരുടെ ഭോജനമാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ്. ഇത് മേളിൽ നിന്ന് വന്നതാ മന്ന. യേശുക്രിസ്തുവിന്റെ നിഴല. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു ഭക്ഷണം വേറെ ഇല്ല. ജനശക്തിമാന്മാരുടെ അപ്പം തിന്ന. ഇവര് ചിന്തിക്കാത്ത ഭോജനമാണ് ദൈവം കൊടുത്തത്, ഉയരത്തിൽ നിന്നാണ് കൊടുത്തത്. ഈ മന്ന ഇവര് തിരസ്കരിച്ചു. മന്ന ക്രിസ്തുവിന് നല്ലല്ല. കാരണം ഈ മന്ന മുകളിൽ നിന്ന് വന്നതാണ്. ഫിലിപ്പിയാലേഖനം പഠിക്കുമ്പോൾ മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാർ താഴെ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങുമെന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഫിലിപ്പിയാലേഖനം നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ നിഴലാ മന്ന. ഈ മന്നയായി ഇവരെ തിരസ്കരിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞ് സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. മന്ന ക്രിസ്തുവിനും വചനത്തിനൊക്കെ നിഴലാണ്. ഇവരെ തിരസ്കരിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് ഇവരെല്ലാം കടിച്ചു. ഈ തിരസ്കരിച്ചവനെ, അപമാനം പറഞ്ഞവനെ എല്ലാം അഗ്നിസർപ്പം. ഈ സർപ്പം വന്നിട്ട് സഭാ ബോർഡ് നോക്കിയല്ല കടിക്കുന്നത്. IPC ആണോ, ചർച്ചക്കോടാണോ, അസംബ്ലീസ് കോടാണോ എന്ന പാമ്പ് കടിക്കുന്നത്. നമ്മൾ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് IPC വെച്ച ഒരു പാമ്പ് കയറി കടിക്കുക. അസംബ്ലീസ് കോഡെന്ന് AG എന്ന് വലിയ അക്ഷരത്തിൽ വെച്ച പാമ്പിന് AG IPC ചർച്ചക്കോടും വിഷയമാണ്. ഞാൻ സഭയുടെ സെക്രട്ടറിയാ, നിന്നെ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. ഞാൻ കൗൺസിൽ മെമ്പറാ, നിന്നെ പണ്ടേ കാണിച്ചതാ. പാമ്പിന് ഇതൊന്നും വിഷയമല്ല. പാമ്പ് വന്ന് ഈ മന്നയെ എതിർത്തവനും മന്നയെ തിരസ്കരിച്ചവനും എല്ലാം കാണിക്കും. ആദ്യം കണികൊണ്ടവരെല്ലാം പെടുപെടാന്ന് കത്ത് വീട്ടില്ല. കുറെ ആൾക്കാർ സമയമായ അമ്മാമേ അമ്മ നോക്കുന്നുണ്ട്, പറയണേ. ഇതൊന്നും ഇവിടെ 12:30 ഇരുന്നല്ലേ. അതാ അതാ പറഞ്ഞൊരു ഉച്ചനേരം
അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പാമ്പിന്റെ കടിയേറ്റ് ആദ്യം കടി കൊണ്ടവൻ താഴെ വീണു. പിന്നെ കടി കൊള്ളാതിരിക്കാൻ ആൾക്കാർ ഓടി, 4 വർഷം ചെതറി ഓടി. ആൾക്കാർ പെടപെടാന്ന് മരിച്ചു വീണപ്പോൾ മോശ ഇടിവ് നിൽക്കാൻ തുടങ്ങി. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു, ഈ പിത്തളസർപ്പത്തെ ഉയർത്താൻ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവൻ പിച്ചളസർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ കടി കിട്ടി ആകെ ചെതറി, പ്രളയം മുഴുവൻ പാച്ചതായി, എല്ലാം 4 പാടും ചെതറി. ഇങ്ങനെ ചെതറി ക്ഷീണിച്ച് ആകെ തളർന്ന് പരക്കം വാങ്ങി. അതിനുശേഷമായിട്ട് ഇനി അതിന്റെ ആ 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച ഉറക്കെ 16. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. അടുത്ത വാക്യം, യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടണം. അപ്പൊ ഈ ഒന്നിച്ചു കൂട്ടാൻ പറയാൻ കാര്യം 21-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ മന്നയെ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പ് കയറി കടിച്ചു. പാമ്പ് കയറി കടിച്ചപ്പോൾ കുറെ എണ്ണം മരിച്ചു, കുറെ എണ്ണം കടി കിട്ടാതിരിക്കാൻ ഓടി. 4 വർഷവും ചെതറിപ്പോയി. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, ജനത്തെ വീണ്ടും ഒന്നിച്ചു കൂട്ടും. കളി കൊണ്ടവനും കളി കൊള്ളാതിരുന്നവനും ഓടിപ്പോയവനും ഇടവഴി കയറിയവനും എല്ലാം ഒന്നിച്ചു വരാൻ പറഞ്ഞു. 2 വർഷമായിട്ടെല്ലാം കളി കിട്ടി, വീട്ടിലിരിക്കുക, ഇടവഴി കയറി ഒക്കെ പോയതാണ്. പക്ഷെ എനിക്ക് സങ്കടകരമായ കാര്യം, സമയത്തിന് മാത്രം ബുദ്ധിമുട്ടാണ്. ചന്തയിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, റേഷൻ കടയിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. 2 കോഴിയെ കൊടുക്കുന്നെന്ന് പറഞ്ഞ പഞ്ചായത്തുകാർ, അതിന് തലേന്ന് അവിടെ പോയി ഒറ്റ കല്യാണവും വിടുകയില്ല. 3 മാസ്ക് വെച്ചോണ്ടാ. സഹായത്തിന് മാത്രം വരാൻ കോഡ്. സ്തോത്രം. ഗവൺമെന്റ് വെറുതെ കിറ്റ് കൊടുക്കുക, അതിനും പോകും. പോടാ, ഞാൻ പോകുന്നില്ലെന്ന് ആരും പറഞ്ഞില്ല. നടക്കാൻ മേലെ ഓട്ടോ പിടിച്ച്. പക്ഷെ സഹായത്തിന് മാത്രം. നമ്മുടെ വിഷയമല്ല. ഇപ്പോൾ വിട്ടൊക്കെ അമ്മാമ ഇനി പിന്നെയും മാറ്റിയാൽ നോക്കും. ഞാൻ പിന്നെയും പറയാനില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിച്ചേ, 4 വർഷവും ചെതറി ഓടി. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, മോശയോട് പറഞ്ഞത്, ജനത്തെ ഒന്നിച്ച് കൂട്ടുക. വായിച്ചാട്ടെ അമ്മാമേ, ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ്. അപ്പൊ അതിന്റെ അർത്ഥം കിണറ്റിന്റെ ഒന്നിച്ചു കൂടാൻ. ഈ കിണറിന്റെ സമീപത്ത് എല്ലാവരും ഒന്നിച്ചു കൂടണം. കളി കിട്ടിയവനും കളി കിട്ടാതിരുന്നവനും ഓടിയവനും പരക്കം മാഞ്ഞവനും ഇടവഴി കയറിയവനും അതിനെ പോയവനും ഇതിനെ പോയവനും എല്ലാം ഈ കിണറ്റിന്റെ ഒന്നിച്ചു കൂടാൻ പറഞ്ഞു. 2 വർഷമായിട്ട് അതിനെല്ലാം പോയി. എല്ലാം സൂമിനകത്തൂടെ ആയിരുന്നല്ലോ യോഗം. ഇനി ഏതും ഒന്നിച്ചെല്ലാം കൂടെ, സഭായത്തിന് ഒന്നിച്ചു കൂടെ. ദൈവം അതിനെ വഴി ഒരുക്കി തരിക. 2 വർഷം കൊണ്ട് ശരിക്കും പഠിച്ചില്ലേ എല്ലാവരും? ഇനിയെങ്കിലും ഇതിന് ഭയപ്പെടാതെ വണ്ണം ദൈവത്തിൽ ഭയപ്പെട്ട്, ദൈവത്തിന് ആശ വെച്ച്, ദൈവത്തെ ഭജിച്ച് എല്ലാവരും ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കേ. അപ്പൊ ഈ കിണറ്റിക്കാരെ എല്ലാം കൂടെ ഒന്നിച്ചു കൂടി. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് അത് തന്നെ. അടുത്ത വാക്യം, ആ സമയത്ത് ഇസ്രായേലിനൊക്കെ കിണറ് പൊങ്ങി വരാൻ പറഞ്ഞ വെള്ളം പൊങ്ങി വരണമെന്നാ അതിന്റെ അർത്ഥം. പേപ്പറിലൊക്കെ വായിക്കുന്ന കിണർ താഴുന്നെന്നാ, പക്ഷെ ഇവിടെ വായിക്കുന്ന കിണർ പൊങ്ങി വരാനാ. അപ്പൊ കിണറ് പൊങ്ങി വാ. അത് കിണറിന് പാടി വന്ന് വെള്ളം പൊങ്ങി വരണം, അതിന് പാടണം. അടുത്തത്, പ്രഭുക്കന്മാര് കുടിച്ച കിണർ. അടുത്ത വാക്യം വായിക്കേണ്ടത്, വായിച്ചാൽ പൈക്കൂടെ പ്രസംഗിച്ചാലും തീരുകയില്ല. നമുക്ക് ഒരു പദം എടുത്താൽ മതി. പ്രഭുക്കന്മാര് കുടിച്ച കിണർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 21-ാം അധ്യായത്തിന്റെ 4 ക്ഷീണിച്ചവർ 23-ാം അധ്യായത്തിന്റെ 22-ൽ കാട്ടുപോത്തിന് തുല്യമായ ബലം പ്രാപിച്ചു. ആ ബലം എങ്ങനെ കിട്ടിയെന്നാ പഠിക്കുന്നത്. കളി കൊണ്ട് ക്ഷീണിച്ച് അവശനായി തളർന്ന ആൾക്കാരെ കിണറ്റിന്റെ ഒന്നിച്ചു കൂട്ടി. കൂടുതലായിട്ട് പറഞ്ഞു, ഒന്നിച്ചു കൂടി എല്ലാവരും പാട്ട് പാടണം. ഈ സഭയിലുള്ള എല്ലാവരും ഒന്നിച്ചൊന്ന് പാടിക്കുക. എന്തോ അന്തരീക്ഷം വന്നറിയാം. എല്ലാവരും കൈകാലടിച്ച് ചേർന്നൊന്ന് പാടിക്കേ. പ്രത്യേകിച്ച് അങ്ങനെ ചില സമയത്ത് അങ്ങനല്ലോ. ചിലരുടെ കയ്യടി പാട്ടും കണ്ടാൽ നമുക്ക് അവരെ ഇപ്പൊ തന്നെ വളരെ മേഴ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ. ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടു ഇല്ല, ഇതെവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര. അന്ന് അങ്ങോട്ട് പോയേക്കാം. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ടില്ലേ? അതേസമയം കല്യാണത്തിന് ഭക്ഷണം ഇരിക്കുന്നിടത്തോ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പറയുന്ന ഷട്ടർ തുറക്കാൻ ഇങ്ങനെ നോക്കി അടിക്കുന്നത്. ഏത് ഷട്ടറാ? ഇടിച്ചൊരു കയറ്റോ കയറിയാലെങ്ങനെ ഉടനെ ഇരിക്കുമോ? ഇങ്ങനെ നോക്കും. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പപ്പടവും കഴിച്ച് കട്ട്ലേറ്റും. ഞാൻ എന്റെ കണ്ണെ കുറിച്ച് കണ്ട കാര്യമാണ്. അവിടെ ഞാൻ ഈ പാസ്റ്റർമാരോട് പറയും, ഞാൻ എന്നെ കൂടെ വിവാഹ ശുശ്രൂഷ തീരുമ്പോഴേ ആ ഭക്ഷണത്തിന് കൂടെ അങ്ങ് കയ്യോടെ പ്രാർത്ഥിച്ചു. കാരണം ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ഒത്തിരി എണ്ണമുണ്ട്.
തന്നെ കല്യാണ ശുശ്രൂഷ അതിലിപ്പോ 1 1:30 നിർത്തുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരാ നോക്കിയിരുന്ന നടപടിയുള്ള കേസല്ല. പിന്നെ ആരും എന്തോ പറഞ്ഞു ദൈവത്തിന് മതം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൗതിക ഭക്ഷണം ഈ ശരീരത്തിന് ആവശ്യമാണ്. അതിലും അത്യാവശ്യം ആത്മീക ഭക്ഷണം. നിന്റെ കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്, പ്രാർത്ഥന മുടങ്ങരുത്, വചനധ്യാനം മുടങ്ങരുത്, ഉപവാസം മുടങ്ങരുത്, സ്തോത്രം പറയുന്നതിൽ ഭംഗം ഉണ്ടാക്കരുത്. ഇവര് കിണറ്റിങ്ങനെ ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വം ഒന്നിച്ചു പാടാൻ പറഞ്ഞു, ഒന്നിച്ചു കൂട്ടുക. അപ്പോൾ ഇസ്രായേൽ മക്കൾ കിണറ് പൊങ്ങി വാ. അതിന് പ്രാണിവീൻ. ആ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുടിച്ച, അപ്പൊ പ്രഭുക്കന്മാര് കുടിച്ച കിണറ്റിങ്ങനെ ഒന്നിച്ചു കൂടി. അപ്പൊ ചിന്ത, ഈ കിണർ ആരാണ് കുടിച്ചത്? എല്ലാ വാക്യങ്ങളും എടുത്ത് വിശദീകരിച്ച് പറയാൻ സമയം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അഭിമാനികം പോലെ പറയാം. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അങ്ങനെയെങ്കിലും ഒറ്റ വാക്കി പറയാം, ഈ കിണർ അബ്രഹാം കുത്തിയ കിണറാണ്. അബ്രഹാമാണ് ഈ കിണർ കുത്തിയത്. കാരണം അബ്രഹാം പണ്ട് ഹിത്യരുടെ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യ മരിച്ചു. സാറായി 127 വയസ്സ്. വേദപുസ്തകത്തിൽ പ്രായം കൊടുത്ത് മരിച്ച ഒറ്റ സഹോദരിയുടെ പേരുള്ള സാറായി 127 വയസ്സ്. സാറായി മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം ഹിത്യരുടെ നാട്ടിൽ. അബ്രഹാം ഹിത്യരോട് എന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടോട് മരിച്ചു, അടക്കാൻ സ്ഥലമില്ല. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾ നോർത്ത് ഉൽപ്പത്തി 13 14 ഒക്കെ പഠിച്ചാൽ ദൈവം തമ്പുരാൻ നദി മുതൽ നദി വരെ സ്ഥലം കൊടുത്തതാണ് അതിന്. പക്ഷെ ഭാര്യ അടക്കാൻ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അബ്രഹാം പറഞ്ഞൊരു വാദമുണ്ട് അവരോട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവനും പരദേശിയുമാണ്. അതാ സാക്ഷ്യം, വന്ന് പാർക്കുന്നവനും. അപ്പൊ ഹിത്യന് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് അബ്രഹാമിനെ പറ്റി. വായിച്ചേ 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എല്ലായിടത്തും വായിപ്പിക്കാൻ നേരം 23:5. സംഖ്യാപുസ്തകം വായിക്കുന്നു. എന്തായാലും അച്ഛൻ ആഗ്രഹത്തോടെ വായിച്ചതല്ലേ. അമ്മാമ, ഞാൻ അച്ഛനൊരു അവസരം ഒന്ന് കൊടുത്തോട്ടെ, പണങ്ങരുതേ. ഉൽപ്പത്തി 23-ന്റെ 5 വായിച്ചു വെച്ചോ. അച്ഛൻ ആഗ്രഹത്തോടെ വായിച്ചതല്ലേ, അപ്പൊ ഒരു അവസരം നമുക്ക് കൊടുക്കാം. 23-ന്റെ 5. സാധാരണ അച്ചായന്മാരാരും അങ്ങനെ ചടയത് വായിക്കാറില്ല. അച്ചായം വായിക്കുന്നതുകൊണ്ട് ബഹുമാനിക്കുന്നു. ബാക്കി അച്ചായന്മാരെല്ലാം അച്ചായം വായിക്ക് നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുന്ന അച്ചായന്മാരാണ്. അപ്പൊ അച്ചായൻ വായിച്ചാണ്. ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും അടുത്തത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. കണ്ടോ? ഹിത്യർ അബ്രഹാമിനോട്, അബ്രഹാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാണെന്ന് പറഞ്ഞപ്പോ ഹിത്യർ പറഞ്ഞു, അയ്യോ യജമാനെ കേട്ടാൽ നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. സന്തോഷ. ഇത് കൂടുതൽ വേറെ ഒന്നും വേണ്ട. ജാതികളാ പറഞ്ഞ നീ ദൈവത്തിന്റെ പ്രഭുവാണ്. അവൻ സംഖ്യാപുസ്തകത്തിൽ വായിച്ചത് പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവാണ്. അപ്പൊ അബ്രഹാമിന്റെ യാത്രാവേളയിൽ ശൂരനും ബേഥേലിനും മധ്യ കൂടിയിരുന്നു. 20-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 20-ന്റെ 1. ചടികടാന്ന് വായിക്കണം. ഈ സ്ഥലങ്ങളിൽ വന്ന് കുടിയിരുന്ന. അപ്പൊ ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അബ്രഹാം ദൈവത്തിന്റെ പ്രഭു. അപ്പൊ അബ്രഹാം കുത്തിയ കിണറാണ്. അബ്രഹാമാണ് ഈ കിണർ കുത്തിയത്. ഇനി ചോദ്യം, അബ്രഹാം എന്തിനാ കിണർ കുത്തിയത്? ഇപ്പം റിട്ടയർഡ് ആയി വിശ്രമ ജീവിതം വന്നാൽ വെറുതെ ഇരിക്കണ്ട 5-6 കിണർ. പിള്ളേരല്ല ഇപ്പം വിദേശത്തായി, പ്രാരാബ്ദമല്ല, മാറി. എന്നാ പിന്നെ ചുമ്മാ ഇരുന്ന വെറുതെ എന്തിനാ 5-6 കിണർ? അബ്രഹാമായി കിണർ കുത്തിയത്. കിണർ കുത്താൻ കാരണം അബ്രഹാമും ദൈവമായിട്ട് പണ്ട് ഏകപക്ഷീയമായ ഒരു ഉടമ്പടി നടത്തി. ഉൽപ്പത്തി 15 എടുത്ത് വായിപ്പിക്കുന്നില്ല. ഉൽപ്പത്തി 15. ആ 15-ാം അധ്യായത്തിൽ യാഗവസ്തുവിനെ നെടുകെ പിളർക്കണം. ദൈവം ആ പിളർപ്പിൽ കൂടെ കിടന്നു. അബ്രഹാം കിടന്നില്ല. ഗാഠനിദ്ര വന്നു. വിവരിക്കുന്നില്ല അധികം, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ആ ഗാഠനിദ്ര റാഞ്ചം പറക്ഷി ഇറങ്ങി. അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. ഉടലിന്മേൽ ഇറങ്ങിയപ്പോൾ ദൈവമക്കളുടെ ഒരു ദൂത് അതിൽ നിന്ന് പറയാനുള്ളത്, ആട്ടിക്കളയേണ്ടതിനെ ആട്ടിക്കളയണം, അകത്ത് നിർത്തേണ്ടതിനെ അകത്ത് നിർത്തണം, അടുപ്പിക്കേണ്ടതിനെ അടുപ്പിക്കണം, മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ വേർപാട് പാലിച്ചോ.
Praise the Lord. ആ ഏകപക്ഷീയമായ ഉടമ്പടിയിൽ ദൈവം അബ്രഹാമിനോട് ഒരു അരുളപ്പാട് പറഞ്ഞു. നിങ്ങൾ ആ 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച ഉൽപ്പത്തി 15:16. ആ 14 അതിന്റെ 15 മുതൽ വായിച്ചോ. 15 മുതൽ അബ്രഹാമിനോട് പറയും, അബ്രഹാമേ നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരുപ്പിനെ നല്ല വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും. 175 വയസ്സ് വരെ ജീവിച്ചു. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അടുത്തത് 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ശ്രദ്ധിച്ചേ, ഇത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലാണ് ദൈവം പറഞ്ഞ 4-ാം തലമുറക്കാർ ഇവിടെ വരും. അന്ന് തലമുറ ഉണ്ടായിട്ടില്ല. തലമുറ സ്തോത്രം. തന്റെ വാഗ്ദത്ത സന്തതി ആരാ? ഇസഹാക്ക്. ഇസഹാക്ക് അന്ന് ജനിച്ചിട്ടില്ല. ഇസഹാക്ക് ഏത് അധ്യായത്തിലാണ് ജനിക്കുന്നത്? ഇസഹാക്ക് ഏത് അധ്യായത്തിലാണ് ഉൽപ്പത്തി ജനിക്കുന്നത്? ഇസഹാക്ക് ജനിച്ചോ? അവിടെ ആരാണ്ട് പറഞ്ഞു? നിങ്ങളുടെ വീടല്ലേ ഉറക്കപ്പെടുന്ന? അവൻ വാഗ്ദത്തം ജനിക്കുന്നത് 21-ലാ. എന്നാൽ അതിനു മുമ്പ് ഇശ്മയേൽ ജനിച്ചു. ഇശ്മയേൽ ജനിക്കുന്നത് എത്ര അധ്യായത്തിലാ? ആ ചോദ്യം ഒന്നും ചോദിക്കേണ്ട, പ്രസംഗിച്ചങ്ങ്. 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ 17 നേരെ മേളിൽ കിടപ്പുണ്ട്. അപ്പൊ ഇസഹാക്ക് ജനിക്കുന്നത് 21-ലും ഇശ്മയേൽ ജനിക്കുന്ന 16-ലാണ്. പക്ഷെ ഈ 2 പിള്ളേര് ജനിക്കുന്നതിന് മുമ്പ് 15-ാം അധ്യായത്തിലാണ് ദൈവം പറഞ്ഞത് 4-ാം തലമുറക്കാർ ഇതില് എന്ന് പറഞ്ഞാൽ ഇശ്മായേലും ഇസഹാക്കും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് സർവജ്ഞനായ ദൈവം പറഞ്ഞ അബ്രഹാമേ, നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നിനക്കൊരു ദോഷവും വരികയില്ല. ദൈവം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ ആശീർവദിക്കും. പിന്നെ ഒരു കാര്യം, 4-ാം തലമുറക്കാർ ഇതിന് വരുമെന്ന് 1-ാം തലമുറ പോലും ജനിക്കാത്ത കാലത്താ ദൈവം പറഞ്ഞ് 4-ാം തലമുറ ഇതിലെ വരും. ഈ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു. കാരണം അവൻ ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്നാ. അബ്രഹാം വിശ്വസിച്ചു. 4-ാം തലമുറക്കാർ ഇതിൽ 1-ാം തലമുറ പോലും ഉണ്ടായിട്ടില്ല. എന്നാലും ആ ദൈവം പറഞ്ഞ് സ്തോത്രം 4-ാം തലമുറ ഇതിലേ വരുമെന്ന്. അബ്രഹാം ഇത് വിശ്വാസ കണ്ണാൽ കണ്ടു. വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് അബ്രഹാം വിശ്വാസ കണ്ണാൽ ഇസഹാക്കിനെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ യാക്കോബിനെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ രൂബേൻ മുതലുള്ള ബെന്യാമിൻ വരെയുള്ള പിള്ളേരെയെല്ലാം അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. ഇവരെല്ലാം കണ്ടു. അബ്രഹാം മോശയെ കണ്ടു. അഹരോനെ, അമ്രാമിനെ എല്ലാം അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. ഇവര് മിസ്രയീമിൽ അടിമകളായി യോസേഫിന്റെ കാലത്ത് പോകുന്നതും അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. കുഞ്ഞാന്റെ നേരത്ത് ചോരത്തിൽ ആചരിക്കുന്നത് അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. അവിടുന്ന് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും എന്ന വലിയ സമൂഹം പുറപ്പെട്ടു വരുന്ന വിശ്വാസ കണ്ണാൽ കണ്ടു. അങ്ങനെ കണ്ടിട്ട് അബ്രഹാമിന് മനസ്സിലായി, എന്റെ മക്കളും മക്കളുടെ കൊച്ചുമക്കളും എല്ലാം മിസ്രയീം പുറപ്പെട്ട് ഇതിലേക്കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. വിശ്വാസത്താൽ കിണർ കുത്തി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോടും മാതാക്കളോടും പറയുന്നത്, വിശ്വാസത്താൽ പലതും പ്രഖ്യാപിക്കണം. ഈ പകൽ വിശ്വാസത്തിന് അവിശ്വാസത്തിന്റെ വാക്കൊന്നും പറയരുത്. ഈ രോഗം നിന്നെ മുടിക്കാനല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. ഈ പ്രശ്നം നിന്നെ തകർക്കാനല്ല ദൈവപദത്തം വെളിപ്പെടാനാണ്. വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികൾ വർണ്ണിക്കും. എന്റെ തലമുറ അടപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ സ്ഥിതിക്ക് എന്റെ ദൈവം മാറ്റം വരുത്തി. ഈ പകൽ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാവരും വിശ്വാസത്തിന്റെ വാക്ക് പറയാം. ഈ അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവന്റെ എടുക്കരുന്ന അധികം ഒരു സ്റ്റാൻഡേർഡുള്ള വാചകമല്ല. എന്നാൽ അങ്ങ് പറയാം, ചപ്പളാത്തി അടിക്കരുത്. ചുമ്മാ ഇരുന്ന് സഹോദരിമാർ തമ്മിൽ കൂടുമ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഒരു കൂട്ടു സഹോദരി പറഞ്ഞു, അമ്മാമ്മ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോ ഭാരമാണ്. അണ്ണൻ പറയണം, ഒന്ന് ലീലാമ്മ ഭാരപ്പെട്ട് ദൈവം അത്ഭുതം ചെയ്യും, വിശ്വസിക്കും, സ്വോത്രം ചെയ്യും. എന്നാ ലീലാമ്മ പറഞ്ഞ ഞാനും അത് തന്നെ അമ്മാമ്മ ചിന്തിച്ചോണ്ടിരിക്കും.
നീ മിണ്ടിപ്പോകരുത്. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഇന്ന് പറയാൻ അന്യോന്യം ആ വേദനയ്ക്ക് ധൈര്യപ്പെടുകയാണ്. ഒരു രോഗമായിട്ട് ഒരാൾ വന്ന് പറയണം, അമ്മാമെ അഡ്മിറ്റ് ആക്കാന്നല്ല, മുട്ടുമടക്ക് പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കും. ഈ രോഗം നിന്നെ നശിപ്പിക്കാനല്ല, ഈ പ്രശ്നം നിന്നെ തകർക്കാനല്ല, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. വിശ്വാസത്തിന്റെ വാക്ക് പറ, വിശ്വാസത്തിന്റെ വാക്ക് പറ. അവിശ്വാസം മാറട്ടെ, നിരാശ മാറട്ടെ, പരാജയത്തിന്റെ പടുകുടിയിൽ നിന്ന് കയറി മാറണം. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസം എന്ന ദുർത്തകത്തെ ശാസിക്കുക. അവർ വിശ്വസിക്കുന്നവരെ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. Praise the Lord. വിശ്വാസത്തിന്റെ വാക്ക് പറ. ദൈവത്തിന്റെ ഉയർത്ത് ദൈവത്തിന്റെ വായിക്കും. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിനക്ക് മാറ്റം വരാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ. അതമന ദലപന സൈലക്കടകന അർദ്ധനാദന വൈലഭവനകന ദീപി കബാ ദീപി കബാ ദീപി കബാ. ഭാഗ്യത്തെ ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് ദൈവമക്കളോട് കർക്കശമായിട്ട് വീണ്ടും പറയാം, വിശ്വാസത്തിന്റെ വാക്കേ പറയാം. ആരെങ്കിലും ഒരു നിരാശയോ പരാജയമായിട്ട് വന്നാലോ അതിനോട് ചേർന്ന് യോജിക്കരുത്. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് അന്യോന്യം പറയാം. രോഗം കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോ പിന്നെ കഴിഞ്ഞ ചാട്ടമെല്ലാം ചാടി വെച്ച് നിരാശയൊന്നും പറഞ്ഞേക്കില്ല. സ്തോത്രം. വൈകിട്ട് യോഗം ഉണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോഴും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞേക്കുണ്ടാവും. അന്യോന്യം ധൈര്യപ്പെടുത്തിക്കുക. അഥവാ ഒരു ബലഹീന വിശ്വാസം എന്ന കാര്യം പറഞ്ഞാൽ അവനെ ധൈര്യപ്പെടുത്തണം. ദൈവം നിനക്ക് ദോഷം വരുത്തുകയല്ല. യഹോവയുടെ ദോഷവും തെറ്റാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ സന്തതി അപ്പം വരയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അപ്പോഴാ വിശ്വാസം കണ്ണാൽ കണ്ടു തന്റെ തലമുറകൾ നടന്നു വരുന്നത്. അപ്പോൾ മനസ്സിലായി, കുഞ്ഞുങ്ങൾ നടന്നു വരുമ്പോൾ ക്ഷീണിക്കും, അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. വിശ്വാസത്തെ കിണറുകൾ. ഇസ്ഹാക്കിന്റെ കാലമൊക്കെ നമ്മൾ പരിസരം മണ്ണിട്ട് നികത്തി. പക്ഷേ യഹോവ ഇടം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് വേറെയൊക്കെ കുത്തി. പക്ഷെ ഇത് മണ്ണിട്ട് നികന്നെങ്കിലും ഈ വെള്ളം ഇത് മാറ്റത്തെ തന്നെ കിണറാ. ഒന്നിച്ച് ചേർന്നത് പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടു. ഇവര് പാടി ബലപ്പെട്ടപ്പോൾ ഈ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം പൊങ്ങി വന്നപ്പോ ഇസ്രായേൽ മുഴുവൻ ആ വെള്ളം കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. അങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായത് കൊണ്ട് സീഹോന് ഓഗിനെയൊക്കെ തട്ടി തകർത്ത് ദേശമെല്ലാം പിടിച്ചെടുത്ത് അർണോൻ കടവും പിടിച്ചെടുത്ത് ഇവര് കേറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആവികാരൻ യാക്കോബിന് പറ്റത്തില്ല. പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യ ബലമുണ്ട്. ഒരു 4-5 കൂട്ടം കാര്യം പറയാനാണ് ഞാൻ ചിന്തിച്ചത്. സമയമായതുകൊണ്ട് ഇനി പറയുന്നില്ല. ഒരു വാക്യം ഒന്ന് വായിച്ചേക്കാം, ഒരു പോയിന്റ് കൂടെ. നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ പറയാം, എന്നാലും പുള്ളി 1-2 പോയിന്റ് പറഞ്ഞേച്ചാ പോയെന്നൊരു രീതി പറയട്ടെ. അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു. 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇവര് ആഭിചാരം പറ്റാത്തതിന്റെ 2-ാമത്തെ കാര്യം. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആഭിചാരം പറ്റാത്തതിന്റെ 2-ാമത്തെ കാരണം, ഇവരെവിടെ പാർത്താലും ഓർഡറായിട്ടാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല ഡിസിപ്ലിനാണ്, ഓർഡർ. വേറൊരു ഭാഗത്തുണ്ടല്ലോ, വെട്ടിക്കളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിക്കാട്ട്. ദൈവമക്കൾ നല്ല ഓർഡറിൽ പോകണം. അത് ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സഭാപരിപാലനമാണെങ്കിലും ഓഫീസിലാണെങ്കിലും ജീവിതത്തിന്റെ ദിനചര്യകളാണെങ്കിലും ഓർഡർ ഉണ്ടായിരിക്കും. ദൈവത്തിന് ഇഷ്ടമാണ് ഓർഡറിൽ പോകണം കാര്യങ്ങൾ. പുതിയ നിയമസഭയുടെ കൃപാവര ശുശ്രൂഷയെ പറ്റി പൗലോസ് അതിന്റെ ഓർഡർ പറയുമ്പോൾ ഇങ്ങനെ ഡീസന്റ്ലി ആൻഡ് ഓർഡർലി, എല്ലാം ഉചിതമായിട്ടും ചന്തമെന്നില്ല, ക്രമമായിട്ടും. ഉചിതമായിട്ടും ക്രമമായിട്ടും എല്ലാത്തിനും ഓർഡർ ഉണ്ടായിരിക്കണം. ഇവിടെ യാക്കോബ് ഈ വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ നോക്കി പറയാ, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. മേളിൽ നിന്ന് നോക്കിയിട്ട് നല്ല ഓർഡറിലാണ് കിടക്കുന്നത്. കാരണം ഇവർക്ക് 4 പാളയമാണ്.
യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമി പാളയം, ദാൻ പാളയം, 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ചാൽ 3 12. ഓരോ പാളയത്തിനും ഓരോ കൊടി, ഓരോ കൊടിക്കും ഓരോ എംബ്ലം. അപ്പൊ ഈ ആ എംബ്ലം കൊടിയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ ഓരോ ഗോത്രം ആ ക്രമത്തിൽ പൊക്കോണം. ഒരു വാക്യം വായിച്ച സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം വായിച്ച സംഖ്യ 1:52. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തർ താന്താന്റെ പാളയത്തിലും ഇങ്ങനെ കൂടാരം, ഓരോരുത്തർ താന്താന്റെ പാളയത്തിലും താന്താന്റെ കൊടിക്കരികിൽ. ക്രമം കണ്ടോ എന്ന് പറഞ്ഞാൽ ഉണർവ് കയറി വേറെ പാളയത്തിൽ ഓടി കയറരുത്. ചിലക്ക് ഈ ആത്മാവും ഉണർവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബോധം വന്ന് അത് നല്ല ആത്മാവല്ല. തുള്ളി തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി വരെ അങ്ങനെ അത് ശരിയുള്ള ആത്മാവല്ല. പണ്ട് മണക്കാലത്തെ ഏജി ശോമല് പറഞ്ഞ നടന്ന പപ്പുള്ളയുടെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് സുബോധത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവാണ്. ചില യോഗത്തിന് തുള്ളി 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 ഈ നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ചാണ് സ്ത്രീകളുടെ ഇടയിലോട്ട് തുള്ളി തുള്ളി പോകുന്നത്. പുരുഷന്മാര് ചിലയിടത്തുണ്ട്, പുരുഷന്മാരുടെ അടുത്ത്. പിന്നെ പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് അവർക്ക് ആരാധിക്കാനത്തില്ല. ഇതുങ്ങളെല്ലാം ഇങ്ങനെ തട്ടി തട്ടി എന്നാലും അപ്പടെ കൂടെ എന്താണ്ട് വരുന്ന ആത്മാവ്. എന്ത് മെനക്കേടാന്ന് ഓർത്തു. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോ സ്ത്രീകളോടായതുകൊണ്ട് സഹോദരിമാരോട് പറയാം, നിങ്ങൾ എത്ര ശക്തിയോട് ആത്മാവിലായ തല കിടക്കുന്ന മൂടുപടം തന്നെയാൽ അറിയാം. അന്നേരം ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു, ബാഗ് കാല് മടക്കി. ആത്മാവാണ് എല്ലാം ഓർഡറിൽ പോകും. സ്തോത്രം. ആരാധനയ്ക്ക് അതിന്റെ ക്രമമുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1 വായിച്ച എബ്രായ ലേഖനം 9:1 ചടയെന്ന് വായിച്ചു. എബ്രായ ലേഖനം 9:1. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ പണ്ടൊരാൾ വായിച്ചു വന്നു. ആരാധനയ്ക്കുള്ള ചാട്ടങ്ങൾ. ആരാധനയ്ക്ക് ചാട്ടമല്ല, ആരാധനയ്ക്ക് ചട്ടമാണ്. എന്നാൽ മറുവശം ചട്ടത്തിൽ നിന്നാൽ ചാടുകയും ചെയ്തോണം. ആ ചാട്ടം ചട്ടത്തിൽ നിന്നുള്ള ചാട്ടമായിരിക്കണം, ചട്ടം വിട്ടുള്ള ചാട്ടമായി. അപ്പൊ ഇത് ഓർഡറിലാണ് ഇതിന് കിടക്കുന്നത്. ദൈവമക്കൾ നല്ല ഓർഡറിലായിരിക്കണം. അപ്പൊ യാക്കോബിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ആരാധനയ്ക്ക് വരുമ്പോ അതിന്റെ ഓർഡർ ഉണ്ടാകും. നമ്മുടെ കൺവെൻഷനൊക്കെ ചെന്ന് വലിയ ഓർഡർ തെറ്റിച്ചാണ് മിക്കത്. ആദ്യം വരുന്നവർ ഏറ്റവും പുറകിലേക്ക്. പിന്നെ പാസ്റ്റർമാർ പറയും, ദൈവമക്കൾ മുമ്പോട്ട് കയറി ഇരുന്നാട്ടെ കയറിയിരിക്കാൻ പറയാം. കസാര ഇരുന്ന അങ്ങനെ കാണാം, അല്ല ആര് കയറിയിരിക്കാൻ. ഞാൻ പക്ഷം പിടിക്കുകയല്ല. നിങ്ങൾ അതേസമയം TPM-കാരുടെ കൺവെൻഷൻ അറിയുന്നേ. നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല ഓർഡറല്ലേ അവിടെ. ഒന്നും പറയേ വേണ്ട. അവിടെ നല്ല ഓർഡറിലാണ്. നമ്മുടെ അവിടെ പാസ്റ്റർമാര് കൂടെ ദൈവമക്കളെ കയറിയിരുന്നാണ്ട് സഹകരിച്ചാട്ടെ. ഇന്നലെ കസേരയിൽ ഇങ്ങനെ നിന്ന് ഒരു ഓർഡറും ഇല്ല. മിക്കടുത്ത് ഓർഡർ ഉണ്ടായിരിക്കണം. യാക്കോബിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. വേറൊരു ഭാഗത്ത് യാക്കോബിന് ആഭിചാരം പറ്റാത്തതിന്റെ 1-ാമത്തെ കാര്യം, അവന് കാട്ടുപോത്തുന്നതിന്റെ ബലമുണ്ട്. 2 ഓർഡറിലാ കാര്യങ്ങൾ പോകുന്നത്. 3-ാമത്തെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം അവരുടെ മധ്യമുണ്ട്. ദൈവം നമ്മുടെ മധ്യമുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത അരുമനാഥ് ഇന്ന് പകരം നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ഈ പകൽ ദൈവമൊക്കെ ധൈര്യപ്പെടുന്നത്. ഒരു ആഭിചാരവും നിന്നെ തൊടുകയില്ല, ഒരു ശുദ്രം നിന്നെ തൊടുകയില്ല, ഒരു ലക്ഷണവിദ്യ നിന്നെ ഫലിക്കത്തില്ല. കാട്ടുപാത്രത്തിന്റെ ബലത്തോടെ ദൈവമക്കൾ ജീവിച്ചാൽ മതി. ഞാനൊരു സാക്ഷ്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുക. ഒരൊറ്റ സാക്ഷ്യം. പണ്ട് നമ്മുടെ ഒരു ദൈവദാസൻ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ കോട്ടയം ടൗണിൽ നിൽക്കുക, ബസ് സ്റ്റാൻഡിൽ, KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പോൾ കോഴിക്കോട്ടുകാരൻ ഒരു മുസ്ലിയാരെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതാണ്, അറിവാണ്. പരിചയപ്പെട്ടപ്പം ഇദ്ദേഹം ഉപദേശിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. തമ്മിൽ പരിചയപ്പെട്ടപ്പം ഈ പാസ്റ്റ് ചോദിച്ചു, പേരെന്തുവാ?
വണ്ടി വരാൻ വൈകുന്നു. അപ്പൊ ആ സമയം കൊണ്ട് ലോഹ്യം. പേരെന്തുവാ? പേര് അബ്ദുള്ള. എവിടാ വീട്? കോഴിക്കോട്ട്. അപ്പൊ സന്ധ്യ മയങ്ങി. എങ്ങോട്ട് പോകുന്നു? കാഞ്ഞിരപ്പള്ളിക്ക്. അപ്പൊ നമ്മുടെ ഉപദേശം ചോദിച്ചു എന്തുവാ പുതിയത്? അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന്. പരിപാടി എന്നാന്ന് ഇപ്പൊ പൊതുവെ ചോദിക്കരുത്. അപ്പൊ ചോദിച്ചു നിങ്ങൾ അതിനായിട്ട് പോകണം. കോഴിക്കോട് നിന്ന് വരുത്തിയിരിക്കുക. അപ്പൊ എന്തോ ചെയ്യുവലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്തോ ശക്തിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ജിന്നിനെ വിട്ടാ ഞങ്ങള്. അപ്പൊ നമ്മുടെ ഈ ഉപദേശം ചോദിച്ചു ജിന്ന് അത്രയ്ക്ക് ശക്തനാണ്. അതുകൊണ്ട് ഭയങ്കര ശക്തി. ജിന്നിനെ ആർക്കും അടക്കാനും ഒതുക്കാനും നോക്കത്തില്ല, അത്ര ശക്തനാണ്. അപ്പൊ ഉപദേശം ചോദിച്ചു കടമറ്റത്തെ കത്തനാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ കത്തനാർ ജിന്നിന്റെ മുന്നിൽ ഗീവറീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അറിയത്തില്ലേ? അപ്പൊ ഈ മുസ്ലിയാരെ പറഞ്ഞ് ഗീവറീസ് ഒന്നും ജിന്നിന്റെ മുന്നിൽ ഒന്നുമല്ല. പിന്നെ വേറെ കുറെ പേരുടെ പേര് ചോദിച്ചു. അതിപ്പോ ലൈവ് ഉള്ളതുകൊണ്ട് പൊതുവെ പറയുന്നില്ല. അറിയണമെങ്കിൽ യോഗം കഴിഞ്ഞ് വന്നാൽ പറയാം. ഇവരുടെ എല്ലാം പേര് ചോദിച്ചു. അവരൊക്കെ എങ്ങനെയുണ്ട്? ജിന്നിന്റെ മുന്നിൽ ഇവരാരും അത്രയ്ക്ക് ശക്തനും ഭയങ്കരനുമാണ്. ജിന്നിനെ വിട്ട് ഞങ്ങൾ എന്ത് നടത്തും? ഇതെല്ലാം പറഞ്ഞേച്ച് ഈ മുസ്ലിയാർ ഒടുവിൽ നമ്മുടെ ഉപദേശത്തോട് പറയാം. പിന്നെ പുള്ളി പറഞ്ഞ ഭാഷ ഈ ബെന്തിക്കോസുകാരെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പുള്ളി അറിയാതായി പറഞ്ഞ ബെന്തിക്കോസുകാർ. പുള്ളി പറഞ്ഞ ഭാഷയാണ് കാറും കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീശ വടിച്ച കുറെ ആണുങ്ങളും. ഞങ്ങളെ പോലുള്ളവർ പോയി ജിന്നിനെ കൊണ്ട് പലതും ചെയ്തു വെക്കുന്ന സ്ഥലങ്ങളിൽ യവന്മാർ അങ്ങോട്ട് വന്നൊരു പഴയ തമ്പേറുമായിട്ട് വന്ന് പായ അങ്ങോട്ട് ഇട്ടു മുട്ടയിലിരുന്ന് 2 പാട്ട് പാടി തമ്പേറിട്ട് അടിച്ചിട്ട് ഏതാണ്ടെല്ലാം കലിവിലാന്ന് പറയും. അന്നേരം ജിന്ന് പൊട്ടിപ്പോകും. മനസ്സിലായോ? പെന്തിക്കോസുകാർക്ക് മനസ്സിലായോ? എന്റെ ഭാഷ പറഞ്ഞാൽ ഏത് ആഭിചാരോ ക്ഷുദ്രവും തന്ത്രവും ജിന്നിന്റെ അല്ല ഏത് ശക്തി അവൻ ചെയ്തു വെച്ചാലും കെട്ടിവെച്ചാലും അവൻ കാണാൻ വലിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പെന്തിക്കോസുകാരെ കാണാൻ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും അരിസ്റ്റോക്രാറ്റ് ഫാമിലി അല്ലെങ്കിലും ഉന്നതമായ വിദ്യാഭ്യാസം തെറ്റാന്നല്ല അനി അളവാൻ ലഭിച്ചില്ലെങ്കിലും വലിയ ഭൂസ്വത്തൊന്നും ഇല്ലെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിന് പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന ദൈവമക്കൾ, മാതാക്കൾ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ ഈ കെട്ടും ബന്ധനമുള്ള വീടുകളിലോ സ്ഥലത്തോ ചെന്ന് മുഴങ്കാലമടക്കി 2 ചില്ലി പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ് തമ്പേറക്കിലൊന്ന് അടിച്ച് മുഴങ്കാലിൽ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് ഈ മതഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ ഭാഷ പറഞ്ഞ 4 പേരക്കാരുടെ കെട്ടുകൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ആഭിചാരം നിനക്ക് പറ്റത്തില്ല, ഒരു രക്ഷാവിധിയുടെ ഫലിക്കത്തില്ല. ശക്തിപ്പെട് സാത്താന്റെ കത്തികൾ അടിയട്ടെ. സാത്താന്റെ കത്തികളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവത്തിന്റെ ശക്തി ഈ പകൽ വെളിപ്പെടട്ടെ. ഈ കുടുംബത്തിനകത്ത് കൂടപ്പെട്ട ദൈവമക്കളെ ദൈവശക്തി വെളിപ്പെടട്ടെ. അന്ധകാര ശക്തികൾ മാറട്ടെ. വ്യാപാരങ്ങൾ അറിയട്ടെ, പോരുകൾ അറിയട്ടെ. ഭാവിക്കെതിരെ നന്മക്കെതിരെ
നിന്നും ഉരുവായ നിന്നെ ഉദരത്തിൽ നിന്ന് പുറത്തിറക്കത്തില്ല. അവൻ 10 വയസ്സ് പോലും തികപ്പിക്കത്തില്ലെന്ന് ശത്രു നിനക്കെതിരെ വെല്ലുവിളിച്ച രംഗങ്ങളുണ്ട്. എന്നാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറിയതുപോലെ ചെറുപ്പത്തിലെ വിടുതൽ നിന്ന് ഉദ്ദേശിച്ച അളവിൽ പരീക്ഷ പോലും എഴുതുവാൻ കഴിയാത്ത വിധത്തിൽ എക്സാം എഴുതിക്കത്തില്ല, പരീക്ഷാ ഹോള് കയറ്റത്തില്ല, പേപ്പറും പോലും എടുപ്പിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച രംഗങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റി എന്റെ ജനത്തെ പടിപടിയായി നടത്തി പ്രത്യേക നിലയിൽ മാനിച്ച് ചിന്തയ്ക്കും വിചാരത്തിനും അപ്പുറമായി അതീതമായി വഴികൾ നടത്തി. എന്നാൽ ഇന്ന് മകൾ മർമ്മമായ ദൂത് പറയട്ടെ, ഒരു നേർച്ചപുത്രനെ പോലെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്റെ വേലയ്ക്ക് ചുമല കെടുക്കുവാൻ, എന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് നിലകൊള്ളുവാൻ, പിന്നെ ഈ സമർപ്പിച്ച് സമർപ്പണത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ ദൈവാത്മാവ് ബുദ്ധി വരച്ചു. മഞ്ഞുരുകി പോകുന്നത് പോലെ ചില പ്രതിസന്ധികളിൽ വീണ്ടും മാറ്റി എന്റെ ജനത്തെ ജഗത്തോട് നടത്തും. എന്റെ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. വചനത്തിന്റെ വിശുദ്ധിയാത്ത ജനം നിൽക്കട്ടെ. നിനക്ക് ഇഷ്ടമില്ലാത്ത പല വിഷയത്തിൽ കയറുകൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിന്നെ കൊണ്ടുപോകുവാൻ നോക്കുന്ന ശക്തികളുണ്ട്. അതിനെ ജയിച്ച് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കി എന്റെ ജനം വീണ്ടും ബലപ്പെടുവാൻ ആത്മാവ് ദൂരെ പറയുകയാണ്. പക്ഷി പറക്കുന്നത് പോലെ ആത്മാവിൽ പറന്നെ ആരാധിക്കുവാൻ ദൈവാത്മാവ് ദൂരെ പറയുകയാണ്. തമ്മിൽ അതിരി വെച്ചതുപോലെ ചില വിഷയങ്ങൾക്ക് ഞാൻ അതിരി വെച്ചിട്ടുണ്ട്. ആകയാൽ എന്റെ ഭാരമെടുത്ത് നീ കാത്തിരിക്കുവാൻ ആത്മാവ് ദൂത് പറയുക. തളർന്നു പോകരുത്. പലപ്പോഴും ചോദിക്കും, കർത്താവേ ഇനി എന്നെ കുറിച്ച് നിന്നതിരിക്കുന്നുവെന്ന മറുപടി കേട്ടു. പ്രാർത്ഥനാ വീരനായി മോശകടകൻ ഉയർന്നിരുന്നത് പോലെ മോശകടകൻ ഉയർന്നപ്പോൾ ഇസ്രായേലിന് ജയം. കരമുയർത്തി മോശയെപ്പോലെ ദേശത്തിന്, കുടുംബത്തിന്, ആത്മാക്കൾക്ക് കുടുംബങ്ങളുടെ പേര് പറഞ്ഞു, വ്യക്തികളുടെ പേര് പറഞ്ഞു ഒരുങ്ങി പോരാടി പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ആത്മാവിന്റെ മകൾ മർമ്മമായ ദൂത് പറയുക. ബലപ്പെടുക. വാഹനാപകടങ്ങൾ വരുത്തി നടുറോഡ് തള്ളിയിട്ട് വള്ളിക്കൊട്ടക്കകത്ത് വാരി എടുക്കത്തക്ക വിധത്തിൽ വൈരി മുൻകാലങ്ങൾ പെടുത്തി വീണ്ടും അതിന്റെ പോരുണ്ട്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും ആത്മാബലത്തോടെ ശക്തിയോടെ സ്തോത്രത്തിൽ ജാഗരിച്ചു പോകുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽ മർമ്മമാണ് ദൂത് പറയുക. അവനാ ഒരാഴ്ച ആത്മാവിൽ ശുശ്രൂഷിച്ചാൽ അടുത്ത ആഴ്ച ഇതിനെ തല്ലിക്കെടുത്തുന്ന പോരുകളുണ്ട്. അവ ഇന്ന് പകൽ മർമ്മമായ ദൂത് പറയുക. വിശുദ്ധിയുടെ വേർപാടിന്റെ ദൂതുകൾ പ്രാർത്ഥിച്ചൊതുക്കി എന്റെ ജനത്തോട് ശക്തമായി ശുശ്രൂഷിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് ദൂത് പറയുക. യാക്കോബിന് പറ്റത്തില്ല. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഭാവിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിച്ചവർക്ക് നന്ദി. കർത്താവിന്റെ വരവനായിട്ടില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ ബന്ധപ്പെടുത്താം. ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ പ്രകാശിപ്പാൻ